കാഴ്ചയില്ലായിരുന്നെങ്കിൽ നമുക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. നമുക്ക് വ്യക്തിപരമായ പാപങ്ങളെക്കാളൊക്കെ ഇതുപോലത്തെ സാമൂഹ്യ അതിക്രമങ്ങൾ നമ്മളൊക്കെ അറിയാതെ നമ്മളൊക്കെ ഇതിന്റെ പങ്കാളികളാണ്. അപ്പൊ പുണ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലത്തെ പാപങ്ങൾക്ക് പരിഹാരകരായി നമ്മൾ സഭ മാറണം. അപ്പോഴാണ് കർത്താവിന്റെ രക്ഷണ്യ പ്രവർത്തനം അവിടെ സാധ്യമാകുന്നത്. അപ്പൊ നമുക്ക് ചുറ്റുപാടുമുള്ള കുറെ മനുഷ്യർ ഇങ്ങനെ അധാർമികത, അനീതി അനുഭവിക്കുമ്പോൾ അവരുടെ സംരക്ഷകരായി മാറേണ്ടവരാണ് ഓരോ ദേവാലയങ്ങളും. നമ്മളൊക്കെ പാട്ടുപാടി പ്രാർത്ഥിച്ച് പ്രിയലായുസനൊക്കെ ചൊല്ലി കുർബാനയിലൊക്കെ പങ്കെടുത്ത് പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദേവാലയങ്ങൾ വളരണം, ദൈവത്തിന്റെ ആലയങ്ങൾ വളരണം. ക്രിസ്തു ആണ് ആലയത്തിന്റെ പ്രതീകം. ആ ആലയം എന്തുമാത്രം വളർന്നോ ആ സ്വഭാവത്തിൽ നമ്മുടെ ദേവാലയങ്ങളും നാം ആകുന്ന ദേവാലയം വളരണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. അതുകൊണ്ട് നാം വ്യക്തി എന്ന നിലയിൽ വല്ലാണ്ട് വളരേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം കൂടെ ചേരുന്നതാണ് ഇത്തരം ദേവാലയങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒന്നിച്ചു കൊടുക്കുന്ന ഈ ദേവാലയങ്ങളുടെ ചിറകുകൾ എന്തുമാത്രം വിരിച്ചു പിടിക്കേണ്ടി വരും ഈ കാലഘട്ടത്തിൽ. ക്രിസ്തു അതിന്റെ മാതൃക ദേവാലയമായി. അവന്റെ കൈകൾ അന്ധനിലേക്ക് നീണ്ടു. അന്ധന് അവൻ കാഴ്ചയായി, തളർന്നു കിടന്നവന് അവൻ ബലമായി, അപ്പമില്ലാത്തവന് അവൻ അപ്പമായി, മരിച്ചവന് അവൻ ജീവനായി, ഭയപ്പെട്ടവന് അവൻ ധൈര്യമായി മാറി. ഭയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് പോലും ധൈര്യമായി മാറി. കരഞ്ഞവന് അവൻ കണ്ണീരൊപ്പുന്നവനായി, പാപിക്ക് അവൻ പാപപരിഹാരകനായി. ഇതാണ് സഭയുടെ സാധ്യത. നമ്മൾ വിചാരിക്കുന്ന സഭയുടെ സാധ്യത എന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു കുർബാന, പ്രാർത്ഥനാ യോഗം, റിപ്പോർട്ട് വായന, പിന്നെ പൊതുയോഗം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ സാധ്യതകളാണ്. വലിയ സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഇങ്ങനെ സാധ്യതകൾ നിലനിൽക്കും. ആ യേശുവിന്റെ ശരീരമായി സ്വയം സമർപ്പിക്കപ്പെട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട വ്യക്തികളാണ് സത്യത്തിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഭ, യേശുവിന്റെ ശരീരം. ആ ശരീരത്തിന്റെ പാർട്ടാണ് ഞാനും നിങ്ങളൊക്കെ. അപ്പൊ നമുക്ക് വേണ്ടി, നമുക്ക് മുമ്പിൽ വലിയ കാര്യങ്ങൾ തുറന്നു കിടക്കുക. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം തുറക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാനും ഞങ്ങളുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും ഏറ്റെടുക്കുവാനും കൃപ നൽകി സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയെ ഓർക്കുന്നു. ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും അങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ പാപങ്ങൾക്ക്, ബലഹീനതകൾക്ക്, കുറവുകൾക്ക് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. പാപത്തിൻ്റെ പൈശാചിക സ്വാധീനങ്ങൾ പരിപൂർണമായി ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത ഞങ്ങൾ തേടുന്നു. ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത ഞങ്ങൾ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും ഒന്നിരിക്കാം. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാനും നോമ്പിൻ്റെ അതിപരിശുദ്ധമായ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കുവാനും ദൈവം നൽകിയ വലിയ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക.
എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷം മുമ്പായിരിക്കാം ഇവിടെ ഒരു 3 ദിവസത്തെ ധ്യാനം വൈദികനായി ഞാൻ നടത്തിയത് ഓർക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട തോമസ് കെ ഇട്ടി അച്ഛനായിരുന്നു അന്ന് വികാരിയായിരുന്നത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം പങ്കുവെക്കുവാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാനിടയായതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കടന്നു വരുവാൻ അനേകർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളുടെ ഭാഗം വളരെ പുഷ്ടിപ്പെട്ടിരിക്കുന്നു, ആളുകളൊക്കെ ഉണ്ട്. പുരുഷന്മാരുടെ ഭാഗത്ത് ആളുകൾ കുറവാണ്. എന്നാൽ നമ്മുടെ കുട്ടികളെല്ലാം എവിടെ പോകുന്നു എന്നുള്ളത് ഒരാശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. പരീക്ഷാകാലമായതുകൊണ്ട് കുട്ടികൾക്കും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സത്യത്തിൽ ഈ നോയമ്പ് കാലം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ്. അതുകൊണ്ടാണ് നോമ്പ് ദിവസങ്ങളിൽ പലപ്പോഴും ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനുമൊക്കെ നമുക്ക് അവസരം സഭ ക്രമീകരിച്ചിട്ടുണ്ട്. ആ അവസരമാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയങ്ങളിൽ ബൈബിൾ വായിക്കുവാൻ, പഴയ നിയമവും ഏവങ്കേലിയോനും ഒക്കെ വായിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് പള്ളിയിൽ വെച്ച് വായിക്കണമെന്ന് നിർബന്ധമില്ല, വീട്ടിലായാലും വായിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രത്യേക വെളിച്ചം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, വചനത്തിന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ വെളിച്ചമായി മാറി. നമ്മുടെ നോമ്പിൻ്റെ 2ാമത്തെ ഞായറാഴ്ച വായിച്ച ഏവങ്കേലിയൻ ഭാഗം ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? നോയമ്പിൻ്റെ 2ാമത്തെ ഞായറാഴ്ച. ആദ്യത്തെ ഞായറാഴ്ചത്തെ ഞാൻ പറയാം. കാനാവിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കി. 2ാമത്തേത് ഏതാണ്? അന്ധന് കാഴ്ച കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് കുഷ്ഠരോഗി. അന്ധന് കാഴ്ച കൊടുത്ത ഭാഗമാണ് അന്ധന്. അപ്പോൾ ഒരു അന്ധനായ മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദേവാലയത്തിലേക്ക്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാം കാഴ്ചയുള്ളവരാണ് വന്നത്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് അറിയാൻ പറ്റും. നിങ്ങൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സീറ്റിലേക്ക് കറക്റ്റായിട്ട് വന്നു, വണ്ടിയിലിറങ്ങി, കൃത്യമായ വാതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇന്ന വാതിലിലൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയും തമ്മിൽ കറക്റ്റാണ്. അങ്ങനെ വന്ന് കയറി കൃത്യമായി ഒരു ദേവാലയം, അതിനകത്ത് കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. അതിലൊരെണ്ണം എൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളതിലിരിക്കുന്നു. എത്ര എളുപ്പമാണ്. വെളിച്ചമുള്ളൊരു മനുഷ്യൻ്റെ, കാഴ്ചയുള്ളൊരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, വളരെ കൃത്യമായി അവൻ പോകേണ്ട വഴിത്താരയിൽ യാത്ര ചെയ്ത് അവിടെ ചെന്നിരിക്കാൻ പറ്റും. നിങ്ങളുടെ ഈ ദേവാലയത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചു. സത്യത്തിൽ അയാൾക്കതൊരു വിഷമമൊന്നുമല്ല, അയാൾക്കതൊരു സങ്കടമൊന്നുമല്ല. കാരണം അയാളുടെ ജന്മം മുതൽ അയാൾ കാഴ്ചയില്ലാത്തവനായതുകൊണ്ട് അയാൾ ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അയാളെ പഠിപ്പിച്ചിരിക്കുന്ന കുറേ ഭാഷകൾ അയാൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ചില ലിപികൾ അയാൾക്കറിയാം, തൊട്ട് നോക്കിയാൽ മനസ്സിലാകും. അത് തൊട്ട് കഴിയുമ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാകും. അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി വെച്ച് തട്ടി നോക്കിയാൽ ചില സാധനങ്ങളൊക്കെ എനിക്ക് തടസ്സമാണെന്ന് മനസ്സിലാകും. അതിൽ കൂടുതലൊന്നും മനസ്സിലാകില്ല. ഇത് കാറാണോ, ഇത് കല്ലാണോ എന്നൊക്കെ അറിയാൻ കുത്തി നോക്കി അയാൾ ഈ മുറ്റത്ത് വന്നാൽ ഇതിൻ്റെ വാതിൽ കണ്ടെത്താൻ അയാൾ എത്രമാത്രം ഭാരപ്പെടേണ്ടി വരും. 1-2 പ്രാവശ്യമൊക്കെ കറങ്ങി അവസാനം എവിടെയൊക്കെയോ തട്ടി നോക്കിയപ്പോൾ ജനൽ വാതിലാന്ന് ഓർത്തു. അങ്ങനെയൊക്കെ അവസാനം അയാൾ കയറി. ഈ കസേരയിൽ വേറൊരാൾ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ.
അയാൾ അവിടെയും വന്ന് തൊട്ടു നോക്കി. അപ്പോൾ അതിലൊരു മനുഷ്യനിരിപ്പുണ്ട്. അപ്പോൾ അയാൾ പിടിച്ച് അപ്പുറത്തുകൊണ്ട് നമ്മളൊരാൾ അങ്ങോട്ട് പിടിച്ചു. അയാൾ അവിടെ ഇരുന്നു. സത്യത്തിൽ അന്ധനായ മനുഷ്യനേക്കാളും സഹതാപവും സങ്കടവും തോന്നുന്നത് കാഴ്ചയുള്ളവർക്കാണ്. ഇവിടെ ഇപ്പോൾ ഒരു അന്ധം കയറി വന്നു കഴിഞ്ഞാൽ അന്ധനേക്കാളും മനപ്രയാസം കാഴ്ച ഉള്ള മനുഷ്യർക്കാണ് കൂടുതൽ വിഷമമുണ്ടാകുന്നത്. കാരണം ഈ കാണാൻ പറ്റുന്ന പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും ഞാൻ കാണുന്നതൊന്നും ഇയാൾക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത ഒരു സഹതാപവും വിഷമവും കാഴ്ചയുള്ളവർക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അന്ധന്മാർക്ക് കാഴ്ച കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായതുകൊണ്ട് യേശുക്രിസ്തു പോലും എത്രയോ അന്ധന്മാർക്കാണ് വെളിച്ചം കൊടുത്തത്. അന്ധനായ മനുഷ്യനൊക്കെ കർത്താവിൻ്റെ പുറകെ കൈനീട്ടി ഓടിയപ്പോൾ കർത്താവ് നിന്നിട്ട് അവനെ വിളിക്കുക എന്ന് പറഞ്ഞ് വിളിച്ച് കാഴ്ച കൊടുത്തിട്ട് നടന്നുപോയി. കാരണം അന്ധന്മാരുടെ അവസ്ഥ അത്ര വേദനാജനകമാണ്. നമ്മളെല്ലാവരും സത്യത്തിൽ കാഴ്ചയുള്ളവരാണെന്ന് സത്യത്തിൽ വിചാരിക്കുന്നു. അത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കാഴ്ചയുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. അന്ധന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ കാഴ്ചയുള്ളവരാണെന്ന് പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. ഞാനും വിചാരിച്ചത്, ഞാൻ പലപ്പോഴും കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പോഴൊക്കെ അവർ പറഞ്ഞു കണ്ണിനൊരു കുഴപ്പമില്ല, നല്ല കറക്റ്റ് കാഴ്ചയാണ്. തലവേദനയൊക്കെ വന്നപ്പോൾ ചിലർ പറഞ്ഞു കണ്ണൊന്നും നോക്കിയേ. ഞാൻ നോക്കി, ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കണ്ണിന് ആവശ്യത്തിന് കാഴ്ചയില്ലെന്ന് മനസ്സിലായ ഒരവസരമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ എൻ്റെ അടുക്കൽ അച്ഛനായിരിക്കുന്ന സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. അയാൾ തെരുവുകളിൽ മാജിക്ക് നടത്തുന്നയാളാണ്. തെരുവിലെ മജീഷ്യനാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. തെരുവിൽ വെച്ച് ഇങ്ങനെ പല മാജിക്കുകളൊക്കെ കാണിക്കും. മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ മാവ് തന്നെ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും മാജിക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് മാവ് കായ്ച്ച് മാങ്ങ പറിച്ച് നമുക്ക് പൂളിത്തരും. ഇങ്ങനത്തെയൊക്കെ മാജിക്കുകൾ തെരുവ് മാജിക്ക് എന്ന് പറയും. അങ്ങനത്തെ തെരുവ് മാജിക്ക് നടത്തുന്ന ആളാണ് ഇയാൾ. അയാളിപ്പോൾ പറഞ്ഞതാണ്, എന്നോട് വന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ പണ്ടത്തേതുപോലെ എൻ്റെ മാജിക്കുകൾ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയമാണ്. ഈ ഭയം എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഭയം ഉണ്ടാകാൻ കാരണം എന്താണ്? അയാൾ പറഞ്ഞു, സത്യത്തിൽ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചാണ് കുട്ടികൾ? അപ്പോൾ കുട്ടികളില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയുണ്ടോ? ഭാര്യയെന്ന് വേണമെങ്കിൽ പറയാം, കല്യാണം കഴിച്ചിട്ടില്ല, കൂടെ ഒരാൾ താമസിക്കുന്നു. അതിന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഓമന പേരാണ് എന്ത്, ലിവിങ് ടുഗദർ. അദ്ദേഹം അത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. വിവാഹം കഴിച്ചൊരു പ്രശ്നത്തിലാകണ്ട എന്ന് വിചാരിച്ച്, ഒരു കെട്ടുപാടിലാകണ്ട എന്ന് വിചാരിച്ച് അവർ ഒന്നിച്ച് താമസിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അവൾ അയാളെ വിട്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മാതാപിതാക്കന്മാർ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ ചെറുപ്പകാലം മുതലേ കലാകാര്യങ്ങളിലായിരുന്നു താല്പര്യം. ഇപ്പോൾ സ്കൂളിൽ വിട്ടാലും ഞാൻ സ്കൂൾ കഴിയുമ്പോൾ നാടകം അഭിനയിക്കാൻ പോകും, ഡാൻസ് പഠിക്കാൻ പോകും. ഇങ്ങനെ കലാപരിപാടികളാണ് എനിക്ക് താല്പര്യം. മിക്കവാറും ദിവസങ്ങളിൽ എന്നെ അപ്പൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ സ്കൂളിൽ വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാതെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ പോകുന്നതിന് എന്നും തല്ലും. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ താല്പര്യം, അത് ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ്. ചിലർക്ക് കലാകാര്യങ്ങളിൽ താല്പര്യം, ചിലർക്ക് പാട്ട് പാടാൻ താല്പര്യം, അതുപോലെ ചിലർക്ക് വായിക്കാൻ താല്പര്യം, ചിലർക്ക് പഠിക്കാൻ താല്പര്യം. ഇതൊക്കെ ദൈവം തമ്പുരാൻ, അതിനാണ് നമ്മൾ പറയുന്നത് തലവര, ബ്രെയിനിൽ റെക്കോർഡറാണിതൊക്കെ. ചിലർക്ക് പഠിക്കാൻ പറ്റുകയില്ല, അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ.
അത് മനസ്സിലാക്കാനുള്ള കണ്ണ് ആ അപ്പനില്ലായിരുന്നു. അപ്പം അപ്പൻ അന്ധനാണ്. തൻ്റെ കുഞ്ഞാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ പേരൻസ് നേരിടുന്ന പ്രശ്നമാണ്. തൊഴിച്ചും ഇടിച്ചും ചവിട്ടിയൊക്കെ ഇവനെ ഡോക്ടറാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ഇവന് ഡോക്ടറുമല്ല കമ്പൗണ്ടറുമല്ല, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയിരിക്കുന്ന പലരുമുണ്ട്. ചിലർ ഡോക്ടറായിട്ട് വീട്ടിൽ വന്ന് ചുമ്മാ ഇരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അപ്പം വന്ന് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഇവൻ ഡോക്ടറാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, പെരക്കാതിരിക്കുകയാണ്, പുറത്തോട്ടിറങ്ങുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നാലൊന്ന് കാണാൻ പറ്റുമോ? എന്നാലും അവൻ മുറിക്കകത്ത് പുറത്തിറങ്ങുകയില്ല. അങ്ങനത്തെയൊക്കെ ആളുകളുണ്ട്. കാരണം എന്താണ്? അവന് അതിനുള്ള ടാലൻ്റ് ഇല്ലായിരുന്നു. പൈസ ഉള്ളതുകൊണ്ട് ഒരു 10-35 ലക്ഷം രൂപയൊക്കെ മുടക്കി ഉക്രൈനിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഡോക്ടറാക്കി. കാരണം നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് മക്കളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊട്ടേഷനിട്ട് വലിയ ആളാക്കിയിട്ട് അതിൻ്റെ പിന്നിലിരുന്ന് ഒന്ന് സന്തോഷിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ. ചിലരൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഇപ്പം. അപ്പം ഇങ്ങനത്തെ ഈ ചെറുപ്പക്കാരൻ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉൾക്കാഴ്ചയില്ല. അതുകൊണ്ട് തൻ്റെ മകൻ്റെ കലാവാസനകളെ കണ്ടുപിടിക്കാൻ എൻ്റെ മകൻ്റെ ബ്രെയിൻ ഇങ്ങനെയാണ്, ഇവനിൽ ഒരു കലാകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് കാണാനുള്ള കണ്ണില്ലാതെ പോയൊരപ്പൻ. അതുകൊണ്ട് വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട് അവിടുന്ന് അവസാനം വീട് വിട്ടുപോരേണ്ടി വന്നു. പിന്നീട് അവൻ വന്നത് എറണാകുളത്താണ്. ഒരു ലോഡ്ജിൽ കുറച്ച് കൂട്ടുകാരെ കിട്ടി. ആ കൂട്ടുകാരവനെ ലോഡ്ജിൽ കൊണ്ട് താമസിപ്പിച്ചു. കൂട്ടുകാരൊക്കെ എല്ലാ ദിവസവും പകലിറങ്ങിപ്പോകും. തിരിച്ചു വരുമ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും ഓരോ ഗിഫ്റ്റുകൾ അവന് കൊടുക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങൾ കൊടുക്കുന്നത് പേഴ്സാണ്, കാലിപ്പേഴ്സ്. നിനക്കിരിക്കട്ടെ 2 പേഴ്സ്. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾക്ക് സത്യത്തിൽ എന്താ പരിപാടി? ഈ ലെതർ കമ്പനിയിൽ വല്ലതും ജോലി? അന്നേരം പറഞ്ഞല്ല, പോക്കറ്റടിയാണ്. അപ്പോൾ പൈസ എടുത്തിട്ട് ഈ പേഴ്സ് കൊടുക്കും. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് അവൻ ചെന്ന് വെട്ടതൊരു ഇതുപോലെ മജീഷ്യൻ്റെ കയ്യിലാണ്. അങ്ങനെ അയാൾ മാജിക്ക് പഠിച്ചു, പല പല തെരുവുകളിൽ പോയി ഇഷ്ടം പോലെ പൈസയൊക്കെ കിട്ടി ജീവിച്ചു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഭയമാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ ഭയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ നമ്മളെയൊക്കെ നമ്മളാക്കി നിർത്തുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ചുറ്റും നമ്മളെ താങ്ങി നിർത്തുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ, അവരുടെ ഒരു പിൻബലം ഒരു കാലം വരെ നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ അത്ര വലിയ വിലയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ളവരൊക്കെ ചോദിക്കും, സുഖമായിട്ടിരിക്കുന്നോ? ഒരു കൂട്ടായ്മ, ഇതെല്ലാം നമ്മളെ താങ്ങി നിർത്തും. നമ്മുടെ കൂട്ടുകാർ, അയൽക്കാർ, സ്നേഹിതർ, ഇങ്ങനെ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിച്ച് നിർത്തുന്ന പല ഘടകങ്ങളുടെയും ബന്ധത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ്? ദേവാലയങ്ങൾ, ജനം, അവരുടെയൊക്കെ പിന്തുണയിൽ മാത്രമേ ഈ വേഷത്തിന് പോലും ഒരു പ്രാധാന്യമുള്ളൂ. ഞാനൊരിക്കലും യു കെയിൽ പോയിട്ട് എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്ടു. ലണ്ടൻ എയർപോർട്ട് എന്ന് പറയുന്നത് വലിയ എയർപോർട്ടാണ്. അപ്പോൾ എന്നെ കൊണ്ടുവിട്ടവർ തൊട്ടടുത്ത് നിന്ന് ഒരാളോട് ചോദിച്ചു, ഈ ഗേറ്റ് എങ്ങോട്ടാണ്? ഈ ഗേറ്റ് എവിടെയാണ്? എൻ്റെ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഗേറ്റ് ചോദിച്ചു. അപ്പോൾ ഇംഗ്ലീഷുകാരൻ ഗേറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുക്ക വന്ന് ഇവർ പറഞ്ഞു, ഈ ഫാമിലി ആയിരുന്നു, അവർ എന്നോട് പറഞ്ഞു, തിരുമേനി അവിടെ ചെന്നിട്ട് ലെഫ്റ്റ് തിരിയണം, ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റ് തിരിയണം, റൈറ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിയണം, ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റ് തിരിയണം എന്നൊക്കെ പറഞ്ഞു തന്നു. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഇതാണ് എനിക്കും പറ്റിയത്. ഞാൻ നേരെ ചെന്നപ്പോൾ തിരിഞ്ഞുപോയി. ഞാൻ വേറെ വഴി കൂടെ കയറി പോകുന്നത് കണ്ടപ്പോൾ ഈ സായിപ്പന്മാർക്കൊരു പ്രത്യേകം, നമ്മളാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, അവൻ പോയിട്ട് വരട്ടെ. പക്ഷെ അവരങ്ങനെയല്ല. അവരോട് ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ട് അവരന്നേരം തന്നെ ആ ഫാമിലി വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് കയറ്റിവിട്ട തലയിൽ പൂ വെച്ച മനുഷ്യൻ വഴിതെറ്റിപ്പോയി. അപ്പോൾ എനിക്ക് ഫോൺ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സായിപ്പ് പറഞ്ഞു, തലേ പൂ വെച്ച മനുഷ്യൻ ഇതാ വഴിതെറ്റിപ്പോയി. എയർപോർട്ടിലെ സായിപ്പിന് ഞാൻ തലയിൽ പൂ വെച്ച മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജനമുള്ള സ്ഥലത്ത് ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. എൻ്റെ ഭദ്രാസനത്തിൽ എൻ്റെ ആടുകൾ
ആടുകൾക്കിടയിൽ ഞാൻ ആരാണ്? ഇടയനാണ്. എന്നെ ബലിപീഠത്തിലേക്ക് കയറ്റിവിട്ടാൽ ഞാൻ മോശയുടെ വസ്ത്രം ധരിച്ച ദൈവത്തോട് ഇതാ ഒരപ്പവുമായി ചെന്ന് ദൈവവും അപ്പവുമായി സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ തിരുശരീരങ്ങൾ ജനത്തിന് കൊണ്ട് കൊടുക്കുന്ന ആളാണ്. ഈ ഒരു പ്രിവിലേജ് എനിക്കുണ്ടാകുന്നത് ജനത്തിൻ്റെ മധ്യത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളൊക്കെ നമ്മളായി തീരുന്നത്, നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നത് സത്യത്തിൽ നമ്മുടെ മാത്രം ഒരു പ്രിവിലേജ് അല്ല പ്രിയമുള്ളവരെ. നമുക്കൊക്കെ ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ നേടിത്തന്നതാണ് നമുക്കുള്ളത്. നമ്മുടെ ദേവാലയങ്ങൾക്ക് പോലും അങ്ങനെയായിരുന്നു അല്ലേ? നമ്മുടെ വലിയ ദേവാലയങ്ങൾക്ക് മുമ്പിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും പെരുന്നാളൊക്കെ ആവുമ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചിടുമ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും കടന്നു പോകുമ്പോൾ പെരുന്നാളാണ്, ആരാ എന്താന്ന് പറയും, തോമാസ് ലീഗ ആരാണ്, അല്ലെ പത്രോസ് ലീഗ, ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് മനസ്സിലായി ഈ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഭവനമാണ്. അവർ കൈകൂപ്പി. നമ്മുടെ പള്ളിയിൽ ഇച്ചിരി നമ്മൾക്കറിയാം, മഞ്ഞനിക്കരയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈ വർഷം മഞ്ഞനിക്കരയ്ക്ക് നടന്നുപോയി. അപ്പോൾ പോകുന്ന വഴിയിൽ താനയിലെല്ലാ ആളുകൾ, ഹിന്ദുക്കളും മറ്റ് മതത്തിൽപ്പെട്ടവരും സഭയിൽപ്പെട്ടവരും ഒക്കെ ഓടി വരികയാണ്. എന്താണ്? കുറച്ച് പൈസയായിട്ട്. എന്നിട്ട് പറയാം, ഇതാ പള്ളിയിലൊന്ന് ഇട്ടേക്കണം. അങ്ങനെ നമ്മളെ ആദരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് നമ്മൾ പോയി പലരുടെയും മുമ്പ് കൈനീട്ടി നിൽക്കുക, ഇതൊന്ന് ഒപ്പിട്ട് തരണം കേട്ടോ, ഈ പേപ്പർ ഞങ്ങൾക്കൊന്ന് ഒപ്പിട്ട് തരണം. അപ്പം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ താങ്ങി നിർത്തിയ ഒരു വലിയ ചുറ്റുപാടുമുള്ള ഒരു സമൂഹം, ഒരു ദൈവിക സംരക്ഷണം, അതനുസരിച്ച് ആദരിക്കപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമുക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. എന്തായാലും ഞാൻ ഈ മനുഷ്യന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അയാൾക്ക് തൃപ്തിയായിട്ട് തോന്നി. അയാൾ പറഞ്ഞ് എനിക്ക് സന്തോഷമായി, ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, എനിക്ക് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ പൈസയൊക്കെ ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് ഈ കയ്യിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരു മാജിക്കൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം പൊളിഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊരു മാജിക്ക് നിങ്ങൾ കാണിച്ചു തരാമോ? നിങ്ങൾ തെരുവിൽ നടത്തുന്ന ഏതെങ്കിലും ഒരു മാജിക്ക് എനിക്ക് നിങ്ങൾ കാണിച്ചു തരാമോ? അപ്പോൾ അയാൾ പറഞ്ഞു ഒരെണ്ണം ഞാൻ ചെയ്യാം. അച്ഛനായതുകൊണ്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അയാളൊരു ചീട്ടെടുത്ത് തന്നെ കാണിച്ചു. എന്നോട് ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു ചീട്ട്. 100% ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇത് ചീട്ടല്ലേ. കാരണം എനിക്ക് കാഴ്ചയുള്ള ആളാണ്. ചീട്ട് എനിക്ക് നല്ല കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ചീട്ട് കളിക്കാറുണ്ട്. അതുകൊണ്ട് മീനിടെന്നൊക്കെ പറയുന്ന ചീട്ട് കളിക്കാരുടെ ഒരു ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചീട്ടിനെ കുറിച്ചൊക്കെ നല്ല വശമുണ്ട്. ഞാൻ പറഞ്ഞു ചീട്ടാണ്. അയാൾ കൈ അങ്ങ് മടക്കി. കൈ മടക്കിയ ശേഷം അയാൾ തുറന്നപ്പോൾ ചീട്ടായിരുന്നില്ല, അതൊരു തീപ്പെട്ടിയായിരുന്നു. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. അത്രയും നേരം പുള്ളി അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ വണ്ടറടിച്ചു നിന്നു. എൻ്റെ മുഖത്തെ ഈ അത്ഭുത ഭാവം കണ്ട് അയാൾ പറഞ്ഞു, ഞാൻ കാണിച്ചത് ചീട്ടായിരുന്നോ തീപ്പെട്ടിയായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു, കണ്ടത് ചീട്ടാണ്, ഇപ്പോൾ തീപ്പെട്ടിയായി. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതെന്നെ പഠിപ്പിക്കാവോ? ഉടനെ അയാൾ പറഞ്ഞു പഠിപ്പിക്കാം. അയാൾ നേരെ കൈ തുറന്നു, ഇങ്ങനെ അടച്ചിട്ട് തീപ്പെട്ടി കാണിച്ചു. പിന്നെ വീണ്ടും പുള്ളി തുറന്നു, അപ്പോൾ വീണ്ടും ചീട്ട്. എന്നിട്ട് അയാൾ ആ ചീട്ട് തിരിച്ച് കാണിച്ചു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു തീപ്പെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു തീപ്പെട്ടി അതിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അയാൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ചീട്ട് ബാക്കിലേക്ക് 4 മടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കൈ മടക്കുമ്പോൾ ആ ചീട്ട് മടങ്ങി കയ്യിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇത് ഞെക്കി പിടിച്ചുകൊണ്ട് കാണിക്കും. അപ്പോൾ എന്തായി? തീപ്പെട്ടി ചീട്ടായി. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ മാജിക്ക് കാണിക്കുന്നത്? അന്നേരം അയാൾ പറഞ്ഞു, കൺകെട്ടിലൂടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കണ്ണ് കെട്ടിയോ ഇത്ര നേരം കൊണ്ട്? എനിക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നം, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കണ്ണ് കെട്ടിയോ? അങ്ങനെ പറഞ്ഞു, കൺകെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് കൺകെട്ട് എന്താണ്. കാരണം വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കണ്ണ് കെട്ടണമെങ്കിൽ
ഇത് പ്രയോജനപ്പെടുത്താം. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്തുമാത്രം കാണാൻ പറ്റും? ഞാൻ പറഞ്ഞു 180 ഡിഗ്രി കാണാൻ പറ്റും. 180. എനിക്ക് കാഴ്ചയുണ്ട്, 360 ഡിഗ്രി കാണാനായിട്ട് എനിക്ക് പ്രാപ്തിയുണ്ട്. പക്ഷേ ഒരേ സമയം 180 ഡിഗ്രി മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛൻ അത്രയൊന്നും കാണാൻ പറ്റില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ മേശയുടെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുന്നത് എന്നാണെന്നറിയാവുന്നു? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഈ ഭണ്ണാരത്തിൻ്റെ പുറകിൽ എന്താണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം അത്രയും പെർസെൻറ്റേജ് കാഴ്ച എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ പിന്നിൽ, ആ കുരിശിൻ്റെ പിന്നിൽ അപ്പുറത്ത് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അയാൾ പറഞ്ഞു, അച്ഛനിരിക്കുന്ന ഭിത്തിയുടെ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാവൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ഭിത്തിയുടെ പുറകിൽ ഒരു പാമ്പ് ഭിത്തിയെ പിടിച്ചിരിപ്പുണ്ട്, കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ക്രമേണ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കാഴ്ചശക്തിയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു വന്നു. 50% കൂടുതൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? അന്ധൻ. ഒരു മനുഷ്യൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്നവർ കാഴ്ചയില്ലാത്തവനെന്നല്ലേ? അല്ലെ, 50% താന്നു പോയി. ഇതൊരു 20% പോലും സത്യത്തിൽ ഇപ്പോൾ ഈ പള്ളിക്കകത്ത് നിൽക്കുന്നു. എനിക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു 20% പോലും എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. പുറത്തിരുട്ട്, അകത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും മുഖം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. സത്യത്തിൽ എൻ്റെ ഈ പരിമിതാവസ്ഥയെക്കുറിച്ച് ആദ്യമായി ബോധ്യപ്പെടുത്തി തന്നത് ഈ മനുഷ്യനാണ്. വിദ്യാഭ്യാസം അധികമില്ലാത്ത, വലിയ പഠനങ്ങളില്ലാത്ത, ദൈവശാസ്ത്രം പഠിക്കാത്ത ഒരു മനുഷ്യൻ ആദ്യമായിട്ട് പറയാതെ പറഞ്ഞു, നിങ്ങൾ കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, അധികം കാഴ്ചയില്ല നിങ്ങൾക്ക്. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അവസ്ഥ. കാണേണ്ടതെല്ലാം കാണാനും അതുപോലെ മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കാനും പറ്റാതെ പോകുന്ന അവസ്ഥ. ഇതിന് വെളിച്ചം നൽകാൻ ദൈവം നൽകിയ പ്രകാശമാണ് ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു തിരുവചന വെളിച്ചത്തിൽ ജീവിതത്തെ നോക്കിക്കാണാത്ത പല വ്യക്തികളും കാണേണ്ടതൊന്നും കാണാൻ പലപ്പോഴും അവർക്ക് സാധിക്കാതെ പോകുന്നു. അതാ പ്രശ്നം. ഇന്നങ്ങനെ കാണാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വന്ന അച്ഛൻ കലക്ട്രേറ്റിൽ ഒരു കൊച്ചു കോടതിയുണ്ട്, അവിടെ പോയിരിക്കുകയാണ്. നമ്മളവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു യാക്കോബായ പള്ളിയുടെ മുറ്റത്ത് 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മച്ചിയെ കൊണ്ടുവന്ന് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് മക്കള് രക്ഷപ്പെട്ടുപോയി. ഒരമ്മച്ചിയെ കൊണ്ട് ഇരുത്തിയേച്ച് അവർ സ്ഥലം വിട്ടു, വണ്ടി എടുത്ത് അവർ സ്ഥലം വിട്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വളരെ വിഷമിച്ച് തളർന്ന് അവിടെ ഇരിക്കുന്നത് കണ്ട് ആരൊക്കെയോ ചോദിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ മക്കൾ എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയേച്ച് പോയത്, ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയി, പിന്നെ വരുന്നില്ല. അവസാനം ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അവിടുത്തെ അച്ഛനെല്ലാം കൂടെ ചേർന്ന് എന്തായാലും അമ്മച്ചി വീട്ടുപേര് പറഞ്ഞു. ആ വീട്ടുപേര് അവർക്ക് പരിചയമുള്ളതായിരുന്നു. അവർ പല വീടുകളിലേക്കെല്ലാം ഫോൺ വിളിച്ച് അവസാനം മക്കളെ കണ്ടെത്തി. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വിളിച്ചു, ഞങ്ങൾ വരികയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വരില്ല. അവർ പറഞ്ഞു, വന്നില്ലേ, വരുത്താൻ ഞങ്ങൾക്കറിയാം. അങ്ങനെ അവരവിടെ പിന്നെ അവസാനം എത്തി. എങ്കിലും ആ അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു 90 വയസ്സുള്ളൊരു അമ്മച്ചിയാണ്, അവിടെ കൊണ്ടുവന്നാൽ നോക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സന്തോഷത്തോടെ. നമ്മുടെ സഭയിലെ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ഒരു അംഗം, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അവരിവിടെ ആക്കിയിട്ട് പോയി. വളരെ സന്തോഷമായിട്ട് എല്ലാ അമ്മച്ചിമാരും, 26 അമ്മച്ചിമാർ ഇപ്പോൾ ഉണ്ട്. എഴുന്നേക്കാൻ മേലാത്തവർ, എഴുന്നേറ്റ് നടക്കുന്നവരല്ല. എഴുന്നേറ്റ് നടക്കുന്നവർ നമ്മൾ എടുക്കുകയില്ല. നിങ്ങൾ എഴുന്നേറ്റ് നടക്കാതാകുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ എഴുന്നേറ്റ് നടക്കാത്ത 26 അമ്മച്ചിമാരുണ്ട്. അതിലൊരാളായി ഈ അമ്മച്ചിയും വന്നു. സന്തോഷമായിട്ട് പാട്ടും പാടിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സഭയിൽ ഒരു മെത്രാപ്പോലീത്ത ഈ സ്ഥാപനം കാണാൻ പോകും. അപ്പോൾ ഓരോരുത്തരെയും ഞാൻ കൊണ്ട് കാണുന്ന സമയത്ത് ഈ അമ്മച്ചിയോട് പരിചയപ്പെട്ടപ്പോൾ, അമ്മച്ചിയുടെ വീട് എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിയുടെ വീട് ഇന്ന സ്ഥലത്താണ്.
എന്നാ വീട്ടുപേര്? ഈ അമ്മച്ചി വീട്ടുപേര് പറഞ്ഞു. വീട്ടുപേര് കേൾക്ക് തിരുമേനി എന്നെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ തിരുമേനി? അല്ല, തിരുമേനിക്ക് ഈ വീട്ടുപേര്? ഞാൻ പറഞ്ഞ അറിയില്ല. കോടിക്കണക്കിന് ആസ്തിയുള്ള വലിയ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഈ അമ്മച്ചി. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു ഫേസ്ബുക്കിനകത്ത് എന്തോ നോക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നറിയോ? ഞാൻ ഇപ്പോൾ പള്ളിയുടെ ട്രസ്റ്റി ആയിട്ട് മത്സരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ പള്ളി ഞാൻ എന്ത് ചെയ്യും? നല്ലോണം നോക്കും, അല്ലേ, കുറേ ഒലത്തും. സ്വന്തം കുടുംബത്തിലെ അമ്മച്ചിയെ ദേവാലയത്തിൻ്റെ മുറ്റത്ത് കൊണ്ട് എറിഞ്ഞിട്ട് പോയവർ ദേവാലയം നന്നാക്കുമോ? നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അറിയാതെയോ അറിഞ്ഞോ ഇങ്ങനെ ചിലരൊക്കെ കയറിക്കൂടുന്നുണ്ട്. അതാണ് ഈ ദേവാലയങ്ങളൊക്കെ നശിക്കുന്നത്. ഇത്തരം സാധനങ്ങൾക്കൊന്നും പറ്റിയ ഇടങ്ങളല്ലിത്. സത്യത്തിൽ ഇതൊക്കെ അധാർമികതയല്ലേ? അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഇവരെ വിളിപ്പിച്ചു. ഇവരടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വിട്ടാക്കൊള്ളുകയല്ലോ, നമുക്ക് ചിലവിന് കൊടുക്കാനൊക്കെ മാർഗമുണ്ട്, പക്ഷെ അങ്ങനെ വിട്ടാക്കൊള്ളുകയല്ലോ. അങ്ങനെ ഇവരെ വിളിപ്പിച്ചു. ഇവർ വന്നു കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ ഓരോ രോഗിക്കും ഏകദേശം 20,000-ഓളം രൂപ ഞങ്ങൾ ചെലവഴിച്ചാണ് ഡേ ആൻഡ് നൈറ്റ് നേഴ്സുമാർ എല്ലാം നോൺ വെജ് കൃത്യമായ ഫുഡ്, അതുപോലെ കുക്കിനെ വെച്ച് നോക്കുന്നു. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. എൻ്റെ റൂമൊക്കെ ആഴ്ചയിലൊന്നേ ക്ലീൻ ചെയ്യാറ്. പക്ഷേ ആ സ്ഥാപനം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ ഒരാളെ തന്നെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഏകദേശം ഞങ്ങൾക്ക് ഇത്രയും ചിലവ് വരുന്നുണ്ട്. മക്കളും സമ്പത്തും ഉള്ളതുകൊണ്ട്, അമ്മയുടെ സമ്പത്ത് നിങ്ങൾ ആർജിച്ചത് കൊണ്ട് നിങ്ങളത് ഒന്നുകിൽ അമ്മച്ചി തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങളത് നൽകണമെന്ന് പറയും. വേണ്ടിയിട്ടല്ല. അവരെന്താ എടുത്ത തീരുമാനം എന്നറിയോ? അവർ തീരുമാനമെടുത്തത് മരിച്ചാൽ പോലും ഈ അമ്മച്ചിയുടെ ബോഡി വേണ്ട എന്ന് കലക്ട്രേറ്റിൽ എഴുതി വെച്ചിട്ട് പോയി. നേരെ പള്ളിയിൽ കൊണ്ട് അടയ്ക്കാൽ മതി. ഞങ്ങൾ പറഞ്ഞു, നേരെ ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, നേരെ പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങൾ അടക്കാം, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നു വിടുകയല്ലേ ബോഡി. അവർ പറഞ്ഞു വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കാഴ്ചയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാഴ്ചയുള്ളവർ കാണുന്നില്ല. കാഴ്ചയില്ലായിരുന്നെങ്കിൽ നമുക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. നമുക്ക് വ്യക്തിപരമായ പാപങ്ങളെക്കാളൊക്കെ ഇതുപോലത്തെ സാമൂഹ്യ അതിക്രമങ്ങൾ നമ്മളൊക്കെ അറിയാതെ നമ്മളൊക്കെ ഇതിൻ്റെ പങ്കാളികളാണ്. അപ്പോൾ പുണ്യമെന്ന് പറയുന്നത് എന്താണ്? ഇതുപോലത്തെ പാപങ്ങൾക്ക് പരിഹാരകരായി നമ്മൾ സഭ മാറണം. അപ്പോഴാണ് കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനം അവിടെ സാധ്യമാകുന്നത്. അപ്പം നമുക്ക് ചുറ്റുപാടുമുള്ള കുറേ മനുഷ്യരിങ്ങനെ അധാർമികത, അനീതി അനുഭവിക്കുമ്പോൾ അവരുടെ സംരക്ഷകരായി മാറേണ്ടവരാണ് ഓരോ ദേവാലയങ്ങളും. നമ്മളൊക്കെ പാട്ടുപാടി പ്രാർത്ഥിച്ച് കുറിയലായുസനൊക്കെ ചൊല്ലി കുർബാനയിലൊക്കെ പങ്കെടുത്ത് പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദേവാലയങ്ങൾ വളരണം, ദൈവത്തിൻ്റെ ആലയങ്ങൾ വളരണം. ക്രിസ്തു ആണ് ആലയത്തിൻ്റെ പ്രതീകം. ആ ആലയം എന്തുമാത്രം വളർന്നോ ആ സ്വഭാവത്തിൽ നമ്മുടെ ദേവാലയങ്ങളും നാം ആകുന്ന ദേവാലയം വളരണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അതുകൊണ്ട് നാം വ്യക്തി എന്ന നിലയിൽ വല്ലാണ്ട് വളരേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം കൂടെ ചേരുന്നതാണ് ഇത്തരം ദേവാലയങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒന്നിച്ചു കൂടുന്ന ഈ ദേവാലയങ്ങളുടെ ചിറകുകൾ എന്തുമാത്രം വിരിച്ചു പിടിക്കേണ്ടി വരും ഈ കാലഘട്ടത്തിൽ. ക്രിസ്തു അതിൻ്റെ മാതൃക ദേവാലയമായി. അവൻ്റെ കൈകൾ അന്ധനിലേക്ക് നീണ്ടു. അന്ധന് അവൻ കാഴ്ചയായി. തളർന്നു കിടന്നവന് അവൻ ബലമായി. അപ്പമില്ലാത്തവന് അവൻ അപ്പമായി. മരിച്ചവന് അവൻ ജീവനായി. ഭയപ്പെട്ടവന് അവൻ ധൈര്യമായി മാറി. ഭയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് ഓരോ ധൈര്യമായി മാറി.
കരഞ്ഞവന് അവൻ കണ്ണീരൊപ്പുന്നവനായി, പാപിക്ക് അവൻ പാപപരിഹാരകനായി. ഇതാണ് സഭയുടെ സാധ്യത. നമ്മൾ വിചാരിക്കുന്ന സഭയുടെ സാധ്യത എന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു കുർബാന, പ്രാർത്ഥനാ യോഗം, റിപ്പോർട്ട് വായന, പിന്നെ പൊതുയോഗം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ സാധ്യതകളാണ്, വലിയ സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഇങ്ങനെ സാധ്യതകൾ നിലനിൽക്കുന്നു. ആ യേശുവിൻ്റെ ശരീരമായി സ്വയം സമർപ്പിക്കപ്പെട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട വ്യക്തികളാണ് സത്യത്തിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഭ, യേശുവിൻ്റെ ശരീരം. ആ ശരീരത്തിൻ്റെ പാർട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ. അപ്പം നമുക്ക് വേണ്ടി, നമുക്ക് മുമ്പിൽ വലിയ കാര്യങ്ങൾ തുറന്നു കിടക്കുക. ഒരു നൂറ്റാണ്ട് നമ്മൾ ഒത്തിരി കേസുകളും പ്രശ്നങ്ങളുമായി കുരുക്കുകളിൽപ്പെട്ട് ഊരിപ്പോരാൻ പറ്റാത്ത പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതൊരു പുതിയ നൂറ്റാണ്ടാണ്, പുതിയ കാഴ്ചപ്പാടുള്ള നൂറ്റാണ്ട്. നമ്മളെയൊക്കെ നല്ല പാഠം പഠിപ്പിച്ച്, സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല ധ്യാനഗുരു എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ട ഏറ്റവും വലിയ ധ്യാനഗുരു കൊറോണ വൈറസാണ്. കൊറോണ വൈറസ് മനുഷ്യനെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ടിരിക്കണം. കൊറോണ വൈറസ് ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കയറി ശാന്തമായിട്ട് വളരെ മര്യാദക്കാരായിട്ടിരുന്നു. പിന്നെ ധ്യാനത്തിനൊരു പ്രത്യേകതയുണ്ട്, അധികം വർത്താനം പറയരുത്. അത് പറയാതിരിക്കാൻ നമ്മുടെ മുഖമൊക്കെ മൂടിക്കെട്ടി, അത്ര അച്ചടക്കത്തോടു കൂടിയായിരുന്നു നമ്മുടെ പോക്ക്. നമ്മളെപ്പോഴും പറയുന്നതാണ്, മൊത്തത്തിൽ തിരക്കാ. മാതാപിതാക്കന്മാരെ കാണാൻ മക്കൾക്ക് നേരമില്ല, മക്കളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കന്മാർക്ക് നേരമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച്, ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം ഉണ്ടാക്കപ്പെട്ടത് കൊറോണ കാലത്താണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് വളരെ സന്തോഷമായിട്ട് ചിലർ വാറ്റൊക്കെ തുടങ്ങി വീട്ടിൽ തന്നെ. എന്തായാലും അവരെല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞൊരു കാലമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ധ്യാനഗുരു എല്ലാവരെയും എല്ലാം പഠിപ്പിച്ചത്, ഓരോരുത്തരെയും പഠിപ്പിച്ചു കേട്ടോ. അച്ഛന്മാരെയും പഠിപ്പിച്ചു, ബിഷപ്പുമാരെയും പഠിപ്പിച്ചു. ഞങ്ങൾക്കൊക്കെ നിൽക്കാൻ നേരമില്ലായിരുന്നു. ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ, കാറിൽ പാഞ്ഞു പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരും, ഒരാൾ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ പെരുന്നാളുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കൊറോണ വന്നു, വണ്ടിയൊക്കെ ഷെഡിൽ കയറ്റിയിട്ടിട്ട് ടയർ ഉറഞ്ഞു പോയി, കാരണം പുറത്തിറക്കാൻ പറ്റിയല്ല. കൈമുത്താനായിട്ട് ആളുകളെല്ലാം കൂടി ഇടിച്ചു വരുമ്പോൾ മര്യാദയ്ക്ക് നിന്നില്ല, കൈമുത്തിക്കേട്ടോ എന്നൊക്കെ പറഞ്ഞ അച്ഛന്മാരുടെ ഗതി എന്തായിരുന്നു? അവസാനം ആളുകളെയൊക്കെ ചില അച്ഛന്മാർ ഇനി വന്നേ, ചുമ്മാ ഏതാ മറന്നു പോകാതിരിക്കാൻ. എന്തെല്ലാം കിടിലൻ അനൗൺസ്മെൻറ്റുകളായിരുന്നു. കല്യാണത്തിന് വന്നിരിക്കുന്നവർ ചെരുപ്പ് പുറത്തിടണം, തലയിൽ തുണി ഇട്ടില്ലെങ്കിൽ നീലയൊക്കെ ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യും, ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന അച്ഛന്മാർ. 5 പേരെ മാത്രമേ കയറ്റാവുള്ളൂ. അതുകൊണ്ട് 5 പേരകത്ത് കയറുക, ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിൽക്കുക. പോലീസ് വന്നാൽ ഓടി പള്ളിമുറിയുടെ പുറകിൽ പോയിരുന്നോണം എന്നൊക്കെ പറഞ്ഞാണ് പല ആരാധനകളും നടത്തിയത്. ഞാൻ തന്നെ ഒരു ഓശാന ഓർക്കാണ്. ആദ്യത്തെ ഓശാനയ്ക്ക് 5 പേർക്കാണ് പങ്കെടുക്കാൻ പറ്റിയത്. ഏതോ ഒരു ഓശാനയ്ക്ക് 2 ഓശാന ഉണ്ടായിരുന്നല്ലോ. ഒരു ഓശാനയ്ക്ക് പറ്റിയത് 5 പേരാണ്. അപ്പം 5 പേരെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തൂത്തുകുട്ടിയിൽ 2-3 അച്ഛന്മാരൂടെ ഉണ്ട്. അപ്പോൾ ഞാനും 2-3 അച്ഛന്മാരൂടെ ആയപ്പോൾ തന്നെ ഏകദേശം 3-4 പേരായി. ഒരു ശുശ്രൂഷക്കാരനായപ്പോൾ 5 പേരായി. 5 പേർക്ക് മാത്രമേ ദേവാലയത്തിൽ പറഞ്ഞു, വിശാലമായൊരു ദേവാലയം. അപ്പോൾ ഞാൻ അച്ഛന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ ഒന്നാമതെ ഓശാനയുടെ പാട്ട് എന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക പാട്ടുകളുണ്ട്, നാക്കേ കൊള്ളുകയില്ലാത്ത പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീകരമാം വാരുതിയിൽ നില കൊണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി കട്ടിയാണ്. ഇതുവരെ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര ഭീകരമായ മലയാള ഭാഷയിലാണിത് ഈ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ 2-2.5-3 മണിക്കൂർ എടുക്കും ഈ ഓശാനയുടെ ശുശ്രൂഷ മുഴുവനൂടെ പറ്റിയില്ല. ആകപ്പാടെ 5 പേര് ഇതെല്ലാം കൂടി അങ്ങനെ ചൊല്ലുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് പ്രമേയനും സദറായും ഒക്കെ നമ്മളെല്ലാം കൃത്യമായിട്ട് വായിക്കണം. പാട്ടുകളിൽ ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് പാട്ടുകളൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കി ഓശാനയുടെ ശുശ്രൂഷയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ ഓല ഇവിടെ വെച്ചേക്കുക. എന്നിട്ട് വേണമെങ്കിൽ പോകുന്ന വഴിക്ക് ഓരോരുത്തരുടെ വീട്ടിൽ ഓരോന്ന് കൊടുക്കാം. അങ്ങനെ അത് ഡോർ ടു ഡോർ ഡെലിവറി എന്നൊക്കെ കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെയൊക്കെ
പ്ലാൻ ചെയ്തു. കാപ്പയൊക്കെ ഇട്ടു, മേശയൊക്കെ റെഡിയാക്കി. കാപ്പയൊക്കെ ഇട്ട് മേശപ്പുറത്ത് വന്ന് നിന്ന് ആദ്യത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിൻ്റെ സഖാക്കളായ കുഞ്ഞുങ്ങൾ നിന്നെ സ്തുതിച്ചതുപോലെ ഞങ്ങൾക്കും സ്തുതിക്കുവാൻ നീ ശക്തി നൽകണമെന്ന് പറഞ്ഞു തീർന്നില്ല. എനിക്ക് ശൂന്യമായ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഈ പ്രാർത്ഥന അർപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഒരു മനുഷ്യൻ പോലും അങ്ങയെ സ്തുതിക്കാനില്ലാത്ത രീതിയിൽ ദേവാലയം ശൂന്യമായതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഓർമ്മ. അതുവരെ വളരെ കൂളായിരുന്നു ഞാൻ. എൻ്റെ ചങ്കിനകത്തോട്ട് വന്ന് കയറി. എനിക്ക് പ്രാർത്ഥനകൾ തീർക്കാൻ പറ്റിയില്ല. സത്യത്തിൽ അങ്ങനെയൊന്നും ഞാൻ കരയാറില്ല. കാരണം നമ്മുടെ മനസ്സൊക്കെ സഭയിലെ ആളുകളെ കൈകാര്യം ചെയ്ത് നല്ല കട്ടിയായിട്ടുണ്ട്. ഒത്തിരി കാലം കൂടി ആദ്യമായിട്ട് ഞാൻ കണ്ണൊക്കെ നിറയാറുണ്ട്. പക്ഷേ ചില ഉപദ്രവങ്ങളും ചില കാര്യങ്ങളൊക്കെ പിന്നെ ദൈവത്തെയൊക്കെ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് കരഞ്ഞുപോയി. ആ കരച്ചിലൊരു ഏങ്ങലടിയായിപ്പോയി. ഞാൻ കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ ഓർത്തു, എത്ര ദുർബലനായിപ്പോയി, സഭ എത്ര ദുർബലമായി. ദൈവത്തെ സ്തുതിക്കാൻ ആളില്ലാത്ത ശൂന്യമായ ദേവാലയങ്ങളിൽ ഓശാന അർപ്പിക്കേണ്ടി വരുന്ന ഗതികേട്. അപ്പം അങ്ങനെ പുരോഹിതന്മാരെയും മേൽപ്പട്ടക്കാരെയും ജനങ്ങളെയും ഒക്കെ നന്നായി എല്ലാം പഠിപ്പിച്ചു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ കാണാത്ത പലതും കാണേണ്ടതായിട്ടുണ്ട്, കേൾക്കാത്ത പലതുമുണ്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച് എല്ലാം കേട്ടു, എല്ലാം കണ്ടു, ഇനിയൊന്നും കാണാനില്ല. സ്നേഹത്തിൻ്റെയൊക്കെ വില നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ വിലകൾ നമ്മൾ അറിയാതെ പോവുകയാണ്. ഇന്നലകളിലുണ്ടായിരുന്ന ആ സ്നേഹവും നന്മകളുമൊക്കെ നമ്മുടെ ഇടവകകളിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് എന്ത് പെട്ടെന്നാണ് ചോർന്നു പോയെന്ന് നമ്മൾ ഓർക്കണം. പണ്ടുണ്ടായിരുന്ന സ്നേഹവും സഹകരണവും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നെ ഉണ്ടോയെന്ന് നോക്കി. വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ. അതിനപ്പുറത്തേക്കൊന്നും ക്രിസ്തുവിന് തൻ്റെ സ്നേഹം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനോ സഭയ്ക്ക് അത് ഓർമ്മിപ്പിക്കാനോ സാധിക്കുകയില്ല. ആ ഘട്ടത്തിലും സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് അറിയാതെ കരിങ്കല്ലായിരിക്കുന്നത് നമ്മൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മളൊക്കെ സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കണ്ടാൽ മാത്രമേ അത് യഥാർത്ഥ കാഴ്ചയാകത്തുള്ളൂ. യഥാർത്ഥ വെളിച്ചമെന്ന് പറയുന്ന ക്രിസ്തുവൻ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ വചനം സ്നേഹമായി വെളിപ്പെട്ടതാണ് സുവിശേഷം അഥവാ യേശുവിൻ്റെ ജീവിതം. ആ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലരും കാണാത്ത പലതും ക്രിസ്തു കണ്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റണം. ഒരു വ്യഭിചാരിയായി പിടിക്കപ്പെട്ട സ്ത്രീ, നമുക്കതിൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇവക്കൊക്കെ ഈ ഗതി വരണം. അതാണ് എല്ലാവരും കണ്ടത്. കുറേ പേര് പറഞ്ഞു ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ കല്ലെറിയാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ ഓർത്തു, ഗുരുവിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി ഇവളെ എറിയുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, മോശയുടെ നിയമപ്രകാരം കല്ലെറിയണമെന്നാണ്. നീ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? കാരണം സ്നേഹവും കരുണയും പറയുന്ന ഒരാളാണല്ലോ. ഇവൻ ഇതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നത്? പാപത്തെ ഇവൻ എങ്ങനെ ലഘൂകരിക്കുന്നു? കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്ത വ്യക്തി ആദ്യം എറിയുക. ഇത്തരം പാപങ്ങളൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യം എറിഞ്ഞു. അതിനുശേഷം നീതിമാന്മാർ എറിയുക. ഓരോരുത്തരായിട്ട് കയ്യിലിരുന്ന കല്ല് ഏറ്റവും ഫ്രണ്ടിൽ നിന്നയാളാണ് എറിയാൻ നിന്നത്. അയാൾ കല്ല് താഴെയിട്ടു. കർത്താവ് അയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾക്കൊരു സംശയം. മറ്റേ കാര്യം വല്ലതും കർത്താവ് അറിഞ്ഞിട്ടാണോ ഈ നോക്കുന്നത്? അയാൾ പതുക്കെ പുറകോട്ട് മാറി. അടുത്തയാളുടെ മുഖത്തേക്ക് നോക്കി, അയാളും പതുക്കെ പുറകോട്ട് മാറി. അവസാനം ഇങ്ങോട്ട് വന്ന ജനാവലി എല്ലാം നേരെ ഓപ്പോസിറ്റ് നടന്നു പോകുന്നത് കണ്ട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ കീഴോട്ട് കുനിഞ്ഞിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. നീ ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി. സത്യത്തിൽ
ഒരു പാപിനിക്ക് മുമ്പിൽ പോലും കരുണ കാണിക്കാൻ പറ്റുന്ന വെളിച്ചം, അതാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വെളിച്ചം. ഞാൻ ആദ്യമായിട്ട് ധ്യാനം നടത്തുന്നത് വാളാടി എന്ന് പറയുന്ന പള്ളിയാണ്. അവിടുന്ന് വന്നാണ് ഇവിടെ ധ്യാനം നടത്തുന്നത്. വാളാടിപ്പള്ളിയിൽ ആദ്യം വൈദികരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ ധ്യാനം. അന്ന് ധ്യാനം കൂടാൻ വന്ന പലരും ഇന്ന് സഭയിലെ വൈദികരാണ്. പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിലെ പല വൈദികരും ആ ധ്യാനം കൂടിയവരാണ്. ടിജു അച്ഛൻ, എബ്രഹാം അച്ഛൻ, എബി അച്ഛൻ, അഭിലാഷ് അച്ഛൻ, അങ്ങനെ തുടങ്ങി ഇപ്പോൾ സഭയിലുള്ള തീമോത്തിയോസ് തിരുമേനി, കൊച്ചു തീമോത്തിയോസ് തിരുമേനി, സിബി അച്ഛൻ അന്ന് ചെമ്മാച്ചനായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു പറ്റം ആളുകൾ, ഒരു 8 പേരെങ്കിലും അതിനകത്ത് അച്ഛന്മാരായി. അതിനുശേഷം നടത്തുന്ന അടുത്ത ധ്യാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം. ആളെ കിട്ടാനില്ല. അവിടെയൊക്കെ അന്ന് സാമ്പത്തിക ക്രൈസിസാണ്. അതുകൊണ്ട് വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുത്താലേ ആളുകൾ ധ്യാനത്തിന് വരത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് വണ്ടിക്കൂലി കൊടുത്ത് നടത്തിയ ധ്യാനങ്ങളാണ്. അങ്ങനെ കുറേ ആളുകൾ വന്നു. ഒരു സ്ത്രീ അവിടെ വന്ന് രജിസ്ട്രേഷന് പേര് കൊടുക്കുന്നത് കണ്ട് ആ പള്ളിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ആ പെണ്ണുമ്പള്ളി അങ്ങ് പറഞ്ഞു വിടുകയായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അത് ഇത്തിരി പ്രശ്നമാണ്, അടുപ്പിക്കാതിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിലോട്ടൊന്നും, നമ്മുടെ പള്ളി ഇടവകയല്ല, അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ സത്യത്തിൽ അവർ പറഞ്ഞത് അവരുടെ വെളിച്ചമാണ്, അവരുടെ നന്മയാണ്. അപ്പം ഞാൻ ചോദിച്ചെന്താണ്? ആള് മോശമാണ്, വളരെ മോശമാണ്. അപ്പം അത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അത്രയൊക്കെ നമ്മളോട് പറയണമെങ്കിൽ മോശമായിരിക്കാം. സത്യത്തിൽ മോശമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷത്തിന് വേണ്ടി, കുർബാനയ്ക്കാണ് പിന്നെയുണ്ട്, ഒരു സുവിശേഷം കേൾക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയെ ഒരിക്കലും ഞാൻ പറഞ്ഞു വിടുകയാണ്. എന്നാൽ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്നാന്ന് ചെയ്യുന്നത്, അച്ഛൻ അനുഭവിച്ചോ എന്നാണ് പറഞ്ഞത്. ജോസഫയും പറഞ്ഞ പോലെ എന്നാ അനുഭവിച്ചോ. സത്യത്തിൽ ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസം കുമ്പസാരം നടക്കാൻ പോവുകയാണ്. 2 അച്ഛന്മാരേ ഉള്ളൂ കുമ്പസാരിപ്പിക്കാൻ. 19 പേരുണ്ട്. ലൈൻ നിന്നിരിക്കുകയാണ്, ആളുകളിങ്ങനെ ലൈൻ നിൽക്കുകയാണ്. ഇവിടെ കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ സ്ത്രീയെ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. സത്യത്തിൽ ആ സ്ത്രീ ഈ ലൈനിൽ ഇങ്ങനെ നിന്ന് ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. ക്രമമായിട്ടാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? അവിടുന്ന് ഒറ്റ ഓട്ടം, വളരെ സ്പീഡിൽ, ലൈനെല്ലാം തെറ്റിച്ചിട്ട് വളരെ സ്പീഡിൽ നേരെ വന്ന് ഇതാ ഒരച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ്റെ കാലിലേക്ക് വീണു. ഞാനത് നോക്കി, അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഈ ധ്യാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. എന്നിട്ട് ഏങ്ങലടിച്ച് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ലൈൻ തെറ്റിച്ച് ഓടുന്നത് കണ്ട കൊച്ചു പള്ളിയാണ്. ആ സ്ത്രീ അവിടെ വീണ് ഏങ്ങലടിച്ച് കരയുന്ന ഒച്ച എനിക്ക് കേൾക്കാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ധ്യാനം നടത്തുന്ന നമ്മുടെ അച്ഛനെയും കൂടെ ഒന്ന് കണ്ടിട്ട് സംസാരിക്കണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയുടെ അവിടെ ആ സ്ത്രീ വന്ന് പറഞ്ഞു, അച്ഛനെ ഒന്ന് കാണണമെന്ന് കുമ്പസാരിപ്പിച്ച് അച്ഛൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു, എവിടെയാണ് താമസിക്കുന്നത്? അന്നേരം പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ പ്രദേശത്തെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ മുറിയുടെ വാതുക്കൽ ഈ പ്രദേശത്ത് പലരും വന്ന് കൊട്ടാറുണ്ട്, ഞാൻ തുറന്നു കൊടുക്കാറുമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന്, അങ്ങനെയുള്ളവരുണ്ടാകാം, പക്ഷേ ആരും അങ്ങനെ വന്ന് ഒരാളുടെ ഒരു ദേവാലയത്തിൽ വന്ന് ഒരു പുരോഹിതൻ്റെ മുമ്പിൽ എല്ലാ അഭിമാനവും പണയം വെച്ച് ഒരാളിങ്ങനെ തുറന്നു പറയുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ഈ നാട്ടിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ അങ്ങനെയാണ് ഈ നാട്ടിൽ പലരും അറിയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? അവൾ പറഞ്ഞു, വീട്ടിലെ കടുത്ത ദാരിദ്ര്യം കൊണ്ട്. അന്നത്തെ കാലത്ത് ഗൾഫിൽ എവിടെയെങ്കിലും ചെറിയ ജോലി കിട്ടും, അതിന് ബോംബെ ചെല്ലണം. അങ്ങനെ ഒരു ഏജൻസി വഴി ഒരാൾ എന്നെ ഒരു ഏജൻസി വഴി ബോംബെയിൽ എത്തിച്ചു. ബോംബെയിൽ നിന്ന് കയറിപ്പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിലാക്കി. ചെറിയൊരു ഹോട്ടലെന്നൊന്നും പറയാനില്ല, ചെറിയൊരു മുറിക്കകത്ത്.
അവിടെ ഞങ്ങളെല്ലാം അതിന് ഞാൻ ബോംബെയിൽ വളരെ ചെറിയ ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിച്ചു. പക്ഷേ വീട്ടിലേക്ക് ഞാൻ എഴുത്തിയതാണ്, ഞാനിപ്പോൾ ഗൾഫിലാണ്. പക്ഷേ വീട്ടിലേക്ക് പണം വരാതെ വന്നപ്പോൾ വീട്ടുകാരെല്ലാം വെറുത്തവളെ. അവർ പറഞ്ഞു അവൾ രക്ഷപ്പെട്ടപ്പം നമ്മളെയെല്ലാം മറന്നു. അങ്ങനെ ഇരിക്കെ അവൾ വീണ്ടും എഴുതി, അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൾ വീട്ടിലേക്ക് വീണ്ടും എഴുതി, ഞാൻ ഇവിടെ വെച്ചൊരു കല്യാണം കഴിക്കേണ്ടി വന്നു, ഗർഭിണിയാണ്, കുട്ടിയുണ്ടായി. ഇതെല്ലാം കേട്ട് ആ വീട്ടുകാർ മുഴുവൻ അവളെ വെറുത്തു. ഒരു ദിവസം അവൾ ബോംബെയിൽ നിന്ന് വലിയ ബാഗൊക്കെ ആയിട്ട് ഒരു പെട്ടിയും കുറച്ച് തുണിയും ഒക്കെ ആയിട്ട് നാട്ടിൽ വന്ന് ഒരു കൊച്ചു വീടെടുത്ത് താമസിച്ചു കുഞ്ഞിനെയുമായിട്ട്. ബന്ധുമിത്രാദികളെല്ലാം അവരെ സഹായിച്ചില്ല എന്ന കാരണം കൊണ്ട് അവളെ വെറുത്തു. ആരും അവളോട് സഹകരിക്കുന്നില്ല. അവൾ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കണം, വളർത്തണം. അതിനുവേണ്ടി ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ഈ കുട്ടിയെ വിട്ടു. എല്ലാ കന്യാസ്ത്രീമാരും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നു, എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും അത്ര മോശമൊന്നുമല്ല. പക്ഷേ അവിടെ വെച്ച് ആ കുട്ടിയോടെ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ഫീസ് കൊടുക്കാതെ വന്നപ്പോൾ, നല്ല സ്കൂളിൽ വിട്ടതാണ്, ഒത്തിരി നല്ല സ്കൂളൊന്നുമല്ല, ഒരു ഫീസൊക്കെ അടയ്ക്കേണ്ട സ്കൂളാണ്, എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു ഫീസ് അടയ്ക്കണം. പല പ്രാവശ്യമായി കുട്ടി പറഞ്ഞു, ഇനി ഞാൻ പോകില്ല, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, ഞാൻ പോകില്ല ഇനി. അന്നത്തെ കാലത്ത് 35 രൂപയേ ഉള്ളൂ. കാരണം വളരെ വിചിത്രമായൊരു കാര്യം, കുറച്ച് വിറക് 2-3 കെട്ട് വിറകുണ്ടാക്കി വണ്ടിയിലിട്ട് അവിടെ ലാക്കാട്ടൂർ കൊണ്ടുപോയി കൊടുത്തു. അവർ വളരെ സന്തോഷത്തോടെ ഈ വിറക് മേടിച്ച്. അപ്പോഴാണ് ഇടുക്കിയിൽ അതിനേക്കാളും രസകരമായൊരു കാര്യം, അവിടെ നമ്മൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ അങ്ങോട്ട് ഫോൺ വന്ന ഇതാണ്, ഞങ്ങൾക്ക് ഒരാൾക്ക് കൊറോണയാണ്, ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടിൽ നിൽക്കുന്ന പശുവിനെ ആരെങ്കിലും ഒന്ന് കറന്നു തരാമോ? നമ്മുടെ ഭദ്രാസനത്തിൽ യൂത്ത് അസോസിയേഷൻ്റെ പിള്ളേർ പോയി, പ്രിയമുള്ളവരെ, ഈ ടീം അംഗങ്ങൾ പോയി രാവിലെ പശുവിനെ കറക്കുന്നു. എന്നിട്ട് പശുവിനെ കറന്നാൽ മാത്രം മതിയോ, പശുവിന് ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പോൾ അവർ കൊറോണ കാലത്ത് ആവശ്യപ്പെട്ടത് പുല്ലുകെട്ടാണ്. അരിയും കിറ്റുമൊക്കെ നമുക്ക് കിട്ടിയല്ലോ, പക്ഷേ അവർ ചോദിച്ചത് പുല്ലാണ്. സത്യത്തിൽ പുല്ലെന്ന് പറഞ്ഞ് നമ്മളാ പറയല്ലേ, പുല്ലാണ് എന്നൊക്കെ പറയുകയല്ലേ. സത്യത്തിൽ അതിന് പോലും വിലയുള്ള ഒരു കാലം നമുക്കുണ്ടായി. സത്യത്തിൽ പുൽക്കൊടിക്ക് പോലും വിലയുള്ള കാലമാണ്. ഒരു പുൽക്കൊടി കൊടുത്തെങ്കിലും മറ്റുള്ളവനെ സഹായിക്കാൻ കിട്ടുന്ന നല്ല ഒരു മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു ഭൂമിയിൽ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക്. അപ്പം നമ്മുടെ സാമൂഹിക പാപങ്ങൾ ഇങ്ങനെ ഒരു സൈഡ് നിൽക്കുകയാണ്. അതറിയാതെ നമ്മുടെ വ്യക്തിഗത പാപങ്ങളെ നമുക്കവർക്കും ദേഷ്യപ്പെട്ടതോ അരിച്ചപ്പെട്ടതോ, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പറയുന്നത് എന്തൊക്കെയാണ്, ദേഷ്യപ്പെട്ടു, അരിച്ചപ്പെട്ടു, ഇത് വല്ലതും തീരാൻ പോകുന്ന കാര്യമാണ്. ദേഷ്യപ്പെടും, കുറച്ച് നേരം കഴിയുമ്പോൾ മാറും, പിന്നെ ദേഷ്യപ്പെടും, മാറും. ഇതൊന്നും നമ്മളിൽ നിന്ന് മാറുകയില്ല. ഇതൊക്കെ തിരമാല പോലെയാണ്, ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേക ഭാവന. അതൊക്കെ വലിയ ഗൗരവമായിട്ടൊന്നും നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം കെട്ടിക്കിടക്കുന്ന ഇത്തരം ചില മാരക പാപങ്ങളിലാണ്. ഇപ്പം ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പണം ദൂർത്തടിച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടി കളയുമ്പോൾ അവിടെ കരയുന്ന മക്കളെക്കുറിച്ച് ഓർക്കാൻ കഴിയാതെ പോകുന്നത് തന്നെ എത്ര പാപമാണ്, എത്ര വലിയൊരു. സ്വന്തം വീട്ടിൽ നിന്ന്, വീടിൻ്റെ തിണ്ണയിൽ നിന്ന് പരീക്ഷയ്ക്ക് പോയിട്ടുള്ള കുട്ടികളുണ്ട്, എനിക്കറിയാം. എന്നിട്ട് പോയി A+ മേടിച്ചൊരു കുട്ടിയുണ്ട്. അവൾ പറഞ്ഞ്, ഞാൻ വീടിൻ്റെ തിണ്ണയിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്, A+ മേടിച്ചു, ഇപ്പം MBBS പഠിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ പിള്ളേരെ നമ്മൾ ചവിട്ടി ഞെരിക്കുകയാണ്, ഡോക്ടറാക്കാൻ പോവുകയാണ്. ഡോക്ടറാകുകയല്ല, പമ്പൽ കാറ്റടിച്ച് കയറ്റി എന്ത് ചെയ്യാണ്, നമ്മൾ പാലായി കൊണ്ട് വിട്ട് ഇടിച്ച് ചാളിക്കുകയാണ് ഇവളെ ഡോക്ടറാക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കണം, ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കുഴിയിൽ കിടന്ന് വേദനകളുടെയും സങ്കടങ്ങളുടെയും മധ്യത്തിൽ കിടന്ന് എത്രയോ യോഗ്യതയുള്ള പിള്ളേർക്ക് അത് കിട്ടാതെ പോകുന്നു. നമുക്കൊക്കെ ചെയ്യാൻ ഇനി എന്തുമാത്രം ജോലി ബാക്കിയുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ഇനി ജോലി എന്തുമാത്രം ബാക്കിയുണ്ട്.
അതുകൊണ്ടാണ് ഇതാ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, ദാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതിയത്. യേശുവിനെ കുറിച്ച് പറയുക, ഇവനെ പറ്റിയാണ് എഴുതിയത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതാ അവൻ വിളിക്കുകയാണ് ഒരു സ്വരം. എന്താണ്? കർത്താവിൻ്റെ വഴി നേരെയാക്കുക. കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവിന് നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് വരാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ദൈവത്തിന് കടന്നു വരാനുള്ള വഴികൾ നിങ്ങൾ നേരെയാക്കണം. നമ്മുടെയൊക്കെ വഴികൾ വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് അല്ലേ? നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയാണ്. ഈ ചിന്താമണ്ഡലത്തിലാണ് ക്രിസ്തു വരേണ്ടത്. ചിന്ത എത്രയോ വികൃതമായി പോയി. അതിനുള്ളിൽ മുഴുവൻ വെറുപ്പ്, വൈരാഗ്യം, ദൂഷണം, അസൂയ, എന്തെല്ലാം കയറിക്കിടക്കുകയാണ് നമ്മുടെ തലയ്ക്കകത്തെ. ആരെല്ലാം കുഴിപ്പായിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് സത്യത്തിൽ ഓരോ മനുഷ്യരുടെയും തലയ്ക്കകത്തുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു പോകാറ്. നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതിനടിയിൽ ഒരു വിപരീത കമൻ്റ് ഇടും. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ ബാക്കിയെല്ലാം ചീത്ത പറയുമല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പോസ്റ്റ് ഇട്ട്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഒത്തിരി കുട്ടികളെ എൻ്റെ കൂടെ കൊണ്ട് നിർത്തി പഠിപ്പിച്ച് പോയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു +2 പാസ്സായിട്ടുള്ള കുട്ടികൾ വൈദികരാകാൻ ആഗ്രഹിക്കുന്നവരുള്ളവർ എന്നെ അറിയിക്കണം. 2 ഉദ്ദേശമാണ്. ഒന്ന്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ എന്നെ അറിയിക്കണമെന്ന് പറയുമ്പം അവരെ നമ്മൾ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വൈദികരാകാൻ ആഗ്രഹിക്കുന്നവർ എന്നെ അറിയിക്കണം. പണമില്ലാത്തവനാണെങ്കിൽ നല്ല കോളേജിൽ വിട്ട് അവനെ പഠിപ്പിച്ച് അവൻ പുറത്തിറങ്ങിയിട്ട് നല്ല വൈദികനാകാൻ പറ്റുമോ? കുറച്ചും കൂടെ അവൻ്റെ ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം അവന് കൊടുത്താൽ അവനൊരു പക്ഷേ മെച്ചപ്പെട്ട ഒരു വൈദികനാകും. മെച്ചപ്പെട്ട ഒരു വൈദികനായി അടുത്ത തലമുറയിൽ അച്ഛനെ കൊടുക്കാൻ പറ്റിയാൽ ആ വൈദികൻ ശുശ്രൂഷിക്കുന്നിടം മെച്ചപ്പെട്ട ഒരു ദേവാലയമായി മാറും. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ +2 പാസ്സായ കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ നിർത്തി പഠിപ്പിച്ച് അവർ വൈദിക സെമിനാരിയിൽ വിട്ട് അവർക്ക് പഠനവും പൂർത്തിയാക്കി അവരെ വൈദികരാക്കും എന്നാണ് പോസ്റ്റ് കൊടുത്തത്. അതിനടിയിലൊരു കമൻറ്റ്, വൈദിക സെമിനാരിയിലെ വിദ്യാഭ്യാസം ഡിഗ്രി അല്ലേ, പിന്നെ എങ്ങനെയാണ് +2കാരെ സെമിനാരിയിൽ അഡ്മിറ്റാക്കുക? ആളെ എനിക്ക് അറിയാം. അദ്ദേഹത്തിന് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, തിരുമേനി എന്താ ഇങ്ങനെ ഇട്ടത്? അപ്പം ഞാനിതൊക്കെ പറയും. ആരെങ്കിലും പൈസ ഇല്ലാത്തവർ, വീട്ടിൽ സാഹചര്യം ഇല്ലാത്തവർ, അപ്പൻ്റെ കള്ളുകൂടിയായിട്ട് വിഷമിക്കുന്നവർ ഇവിടെ നിന്ന് പഠിച്ചാൽ വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിച്ച അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത്രയും പറയുമ്പോൾ ആ സംശയം തീരും. അതിനകത്ത് ഇട്ടതിൻ്റെ പിന്നിലൊരു വക്രബുദ്ധി എന്ന് പറയുന്ന സാധനമുണ്ട്. വക്രബുദ്ധി അങ്ങനെ ഒരു ടി വിക്കകത്ത് തന്നെയുണ്ട്. വക്രദൃഷ്ടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒന്നും മനസ്സ് നല്ലതല്ല, നേരെയല്ല. അതിനടിയിലേക്ക് കുറേ ചീത്തയും തെറി തന്നെ എഴുതി. ഇവിടെയൊക്കെ കുറേ അച്ഛന്മാരെ എല്ലാം ഗുണമില്ലാത്തവന്മാരെ ഉണ്ടാക്കാനായിട്ട് ഓരോ പരിപാടിയാണ്, ചുവന്ന കുപ്പായക്കാർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒരാളൊരു തെറി ചീത്ത അമേരിക്കയിൽ. പിന്നെ പുറകെ ഓരോരുത്തന്മാർ എഴുതിയിരിക്കും. ഒറ്റ കമൻറ്റിലായത് വക്രബുദ്ധി. നമ്മുടെയൊക്കെ മനസ്സിന് എന്ന് നന്നാകാനാ, ഇനി എന്ന് നന്നാകുന്ന പ്രിയമുള്ളവർ. ഇതുപോലെ നമ്മളൊക്കെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിൽ പലതും ഒത്തിരി പ്രശ്നം. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഒരു വളർച്ചയില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ശുശ്രൂഷിക്കാൻ വരുന്ന ആത്മാർത്ഥതയുള്ള നല്ല വൈദികരൊക്കെ അവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് പോയ ദേവാലയങ്ങളാണ് പലതും. വളരെ സങ്കടപ്പെട്ട് വളരെ കരഞ്ഞ് ജീവിതം കൊടുത്തതല്ലേ. ഈ കുപ്പായം മേടിച്ചിട്ട് തമ്പുരാൻ കൊടുത്തതാണ്. ഒത്തിരി നല്ല ആഗ്രഹത്തോടു കൂടി അച്ഛനാകാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നന്നായി പ്രവർത്തിക്കണമെന്ന്. പക്ഷേ ഒരു 10 വർഷം കഴിയുമ്പോൾ അച്ഛനൊരു തീരുമാനം എടുക്കും. ഒരു വൈദികനാണെങ്കിൽ ബിഷപ്പാണ് തീരുമാനം എടുക്കും, ഇനി ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ല, ഇനി ഒരു നല്ല കാര്യവും ഞാൻ ചെയ്യുന്നില്ല തീരുമാനം എടുക്കും.
അത്രമാത്രം തിരിച്ചടികളാണ് നമ്മുടെയൊക്കെ ചില മനുഷ്യർ സത്യത്തിൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഒരിക്കൽ ഒരാൾ എന്നെ കാണാൻ വന്നു. അയാൾ എന്നോട് പറഞ്ഞു, പരിചയമുള്ള ആളാണ്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, പിള്ളേരെ പരിചയമുണ്ട്. എൻ്റെ കുട്ടിക്ക് കോളേജിൽ അഡ്മിഷനായി, ബാങ്ക് ലോൺ ശരിയായിട്ടില്ല, 2 മാസം എടുക്കും ഇത് ശരിയായി വരാൻ. അതുകൊണ്ട് അച്ഛന് എനിക്കൊരു കുറച്ച് പണം തന്ന് സഹായിക്കുക. ഞാൻ പറഞ്ഞു, അതിനൊക്കെയല്ലേ നമ്മളിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എനിക്കന്ന് 2750 രൂപയാണ്. 2000 കാലഘട്ടത്തിലെ ശമ്പളം എന്ന് പറയുന്നത് 2750 രൂപയാണ്. അതിൽ നിന്ന് പിടിക്കുകയും വലിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2500-ൽ താഴെ രൂപയെ കൈ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഭക്ഷണവും ഇതും പെട്രോളും എല്ലാം അതിനകത്ത് തന്നെയാണ് എടുക്കുന്നത്, പള്ളിയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ടൊക്കെ ജീവിക്കും. ആരുടെ കയ്യിൽ നിന്നും വൈദികനായി ഒരു പണം പോലും ഒരു ശുശ്രൂഷയ്ക്കും ഞാൻ വാങ്ങിയിട്ടില്ല. ഇത്ര ധൈര്യത്തോടെ ഞാൻ പറയുന്നു, വാങ്ങിയിട്ടില്ല. നീ എന്തെങ്കിലും ആരെങ്കിലും അതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്ന ദേവാലയത്തിന് സംഭാവനയായി കൊടുത്തിട്ടുള്ളൂ. ഈ ചെറിയ പരിമിതമായ പണം കൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. അതെൻ്റെ ഒരു, അങ്ങനെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എൻ്റെ ഒരു തീരുമാനമായിരുന്നു. എന്തായാലും അങ്ങനെ ജീവിച്ചു. അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പണം കൊണ്ട് ഇത്തിരി മാറ്റി വെച്ച് എൻ്റെ ഒരു 10,000 രൂപയുണ്ട്. അവർക്ക് വേണ്ട 50,000 രൂപയാണ്. അവർ പറഞ്ഞു 3 മാസം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, 3 മാസത്തെ കാര്യമല്ല അവിടെ. ഒരാളുടെ മകനെ വിദേശത്ത് വിടാൻ വേണ്ടി അയാൾ വെച്ചിരുന്ന 25,000 രൂപ ഞാൻ വായ്പ മേടിച്ചു. പള്ളിയിൽ നിന്ന് 15,000 രൂപ മേടിച്ചു. ഇപ്പോൾ 40, 10 കൂടി ഇട്ട് 50,000 രൂപ ഈ വ്യക്തിക്ക് കൊടുത്തു. 3 മാസം കഴിഞ്ഞു, ആൾ വിളിക്കുന്നുമില്ല, വരുന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞാൽ വന്നു, പറഞ്ഞു അതെ, എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിള്ളേരൊക്കെ വിദേശത്ത് പോയിരിക്കുകയാണ്, അവർ പൈസ അയച്ചു തരുമ്പോൾ തരാം. പൈസ അയച്ചു തന്നില്ല, കിട്ടിയില്ല. ചിലരൊക്കെ ഉപേക്ഷിച്ചു. അവസാനം ഗൾഫിൽ പോകാനുള്ള ആൾ പോയി, അവർ വേറെ കണ്ടത് പൈസ മേടിച്ചിട്ട് പോയി, ഈ പൈസ ഉപേക്ഷിച്ചു. പള്ളിയുടെ കണക്ക് തീർക്കാറായപ്പോൾ പൈസ വെക്കണം. ഞാൻ വിളിച്ചു, അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഒരിക്കലും അവരെന്നെ കാണാൻ വന്നില്ല. മക്കളൊക്കെ വളർന്നു, എല്ലാവരും വിദേശ രാജ്യങ്ങളിലായി, ഉന്നത നിലയിൽ വിവാഹം കഴിഞ്ഞു, റെപ്യൂട്ടഡായിട്ടുള്ള ഫാമിലികളിലേക്ക് അവർ പോയി. ഒരിക്കലും അവർ തിരിച്ചു വന്നില്ല. ഒന്നാലോചിച്ച് നോക്കി, എന്തുമാത്രം നമുക്കൊരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുന്നവൻ്റെ നന്മയൊക്കെ അടച്ച്. നിങ്ങൾക്കൊക്കെ ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അച്ഛനായി ശുശ്രൂഷകൾക്കൊക്കെ പോയി, മനുഷ്യൻ കുട്ടിയും കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഗൃഹനാഥൻ എന്നെ പരിചയപ്പെടുത്തി, ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണ്, ഇതവളുടെ അപ്പനാണ്. ആരെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് കാശ് മേടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ചോദിച്ചു, ഓ അത് ശരി, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നടത്താണ്. എന്താ ജോലി? ഞാൻ ചോദിച്ചു, എന്താ ജോലി? പുള്ളി ജോലിയും പറഞ്ഞു. ഞാൻ പറഞ്ഞ്, പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പതുക്കെ ഇറങ്ങിപ്പോകും. എന്നാൽ തിരുമേനി എന്നെ ഓർക്കുന്നില്ലേ എന്ന് പോലും ചോദിക്കാതെ എൻ്റെ മുമ്പിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയും ചെയ്തു. ചോദിച്ചില്ല പറയുമ്പോൾ, അന്നും ചോദിച്ചിട്ടില്ല, എന്നും ചോദിച്ചിട്ടില്ല. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പേരുടെ കത്തുന്ന നെഞ്ചിലെ തീയാണ് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ കെടുത്തിക്കളയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടുള്ള എത്രയോ വൈദികരുടെ കണ്ണുനീര് ചെറിയ രീതി തീർക്കാവുന്നതാണ്. പക്ഷേ നമ്മളങ്ങ് കരയിച്ചല്ലേ വിടുന്നത്. എത്രയോ ദേവാലയങ്ങൾ, എത്ര മനുഷ്യരാണ് സങ്കടപ്പെട്ട് എൻ്റെ മുമ്പ് വരുന്നത്. ഇതങ്ങ് അവസാനിപ്പിച്ചാലോ? ഞാൻ പറയുന്നോ, തുടരണം, ഇത് തുടരണം. ഞാൻ ഒരിക്കലും എയർപോർട്ടിൽ ഞാൻ UAE ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. UAE മസ്കറ്റില്ല, എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. അപ്പം നമുക്ക് പരിചയമുള്ളൊരു അച്ഛനാണ്. അപ്പം ഞാൻ വളരെ സന്തോഷവാനായിട്ട് ചെന്നിറങ്ങി. അച്ഛാ എന്നാ ഉണ്ട്? അച്ഛൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ വന്നത് ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഞാൻ ഓർത്തു. എനിക്ക് വളരെ പരിചയമുള്ള അച്ഛനാണ്. പോകുന്ന വഴിക്ക് വർത്തമാനം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ തിരുമേനി ഇവിടെ 2 ഗ്രൂപ്പ് തിറഞ്ഞ് ഭയങ്കര അടിയാണ്.
ഈ പ്രശ്നം കാരണം എനിക്ക് ഉറക്കമില്ല. തൈലാഭിഷേകം രോഗിയായി കിടക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒക്കെ നല്ല കസർത്തൊക്കെ ആയിട്ട് മനുഷ്യരാണ്, ചാകാൻ കിടക്കുമ്പോൾ ഈ എണ്ണ പൂശി കൈകളിലൊക്കെ പൂശി, സത്യത്തിൽ ചില മനുഷ്യരുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരാം, പറയാൻ പറ്റാത്തതുകൊണ്ട്. ഒരു വൈദികന് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകേണ്ടത് ഒരു പുരോഹിതനാണ്. ജന്മം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരാളാണ് ഒരു പുരോഹിതൻ. ജീവിതത്തിൽ എന്തെങ്കിലും വിവാഹം നടത്തിയത് അച്ഛനാണ്. അച്ഛാ 10 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചു, അച്ഛനല്ലേ എൻ്റെ കല്യാണം നടത്തിയത്, ഞാൻ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ എന്ന് ഒരു നല്ല വാക്ക് സത്യത്തിൽ നമ്മളാരെങ്കിലും പറയാറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ എന്നെ മാമോദീസ മുക്കിയ അച്ഛനാണ്, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. കല്യാണം കഴിച്ച് 25 വർഷമായി ആഘോഷമൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ പാരഡൈസ് ഹോട്ടലിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിപ്പിച്ച അച്ഛനെയോ മാമോദീസ മുക്കിയ അച്ഛനെയോ വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട്, അച്ഛാ എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനിത് ഗൾഫിൽ പോയി പ്രസംഗിച്ചു. ഗൾഫിൽ നിന്നൊരു ഫാമിലി നേരെ നാട്ടിൽ വന്നു, ഒരു മുളന്തുരുത്തിക്കാരൻ കണ്ട നാട്ടിൽ വന്നിട്ട് നേരെ അച്ഛൻ്റെ വീട്ടിലോട്ട് ബെല്ലടിച്ചു. അമ്മായി ഇറങ്ങി വന്നു. ഉടനെ ചോദിച്ചു, എന്തായിരുന്നു, എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അച്ഛനാണ് ഞങ്ങളെ കല്യാണം കഴിച്ചത്, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം പ്രശ്നം ഉണ്ടാക്കാനേ അച്ഛൻ്റെ വീട്ടിലോട്ട് ആൾ ചെല്ലാറുള്ളൂ. പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിപ്പിച്ചതിനും ഒക്കെ അച്ഛനോടൊരു നന്ദി പറയാൻ വേണ്ടി വന്നു. അമ്മായിക്ക് ഭയങ്കര അതിശയായി. അമ്മ പറയും, കയറിയിരിക്കും. അച്ഛൻ ഇറങ്ങി വന്നു. അച്ഛൻ അങ്ങനെ ആരും അങ്ങനെ ചെല്ലാറില്ല. അച്ഛനൊരു ലുങ്കിയൊക്കെ കൊടുത്ത് അതിൻ്റെ മേളിലൊരു കുപ്പായൊക്കെ ഇട്ട് പെട്ടെന്ന് ഇറങ്ങി വന്ന, കാരണം വിസിറ്റേഴ്സൊന്നും അങ്ങനെ ചെല്ലാറില്ല. ഉടനെ പറഞ്ഞു, അച്ഛനാണ് ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചത്. ജീവിതത്തിലെ ദൈവം 2 മക്കളെ നൽകി, ആരോഗ്യത്തോടെ അവരൊക്കെ വളർന്നു വരാനുള്ള നിലയിലായി. അതുകൊണ്ട് അച്ഛനോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ താങ്ക്സോ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം. അന്നേരം ഞാൻ പ്രസംഗിച്ച ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. അച്ഛനാണെങ്കിൽ ധ്യാനം എന്ന് കേൾക്കുന്നത് കലിയായിരുന്നു. അച്ഛൻ പിറ്റേ ആഴ്ച ചെന്നിട്ട് ഒരു ബസ് നിറച്ച ആളെ തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് വിട്ടു. എന്നാലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നല്ല വാക്ക് പറഞ്ഞാണോ നമ്മുടെ പുരോഹിതന്മാരൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. ഞാനിത് പറയാൻ വന്നതല്ല. സത്യത്തിൽ ഞാൻ ഈ ബലിപീഠത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പം എന്നോട് പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിച്ച് ഇതൊന്ന് പറഞ്ഞേച്ചേ പോകാവുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇടുക്കി ഭദ്രാസനക്കാരനാണ്. ഇവിടെ ആരെങ്കിലും അച്ഛന്മാർ കരഞ്ഞിട്ടുണ്ടോ എന്നോ ചിരിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കാറുമില്ല. മറ്റൊരു ഭദ്രാസനത്തിലെ ഒരു കാര്യങ്ങളും ഞാൻ വല്ലതും പറഞ്ഞാൽ കേൾക്കും, ഒരഭിപ്രായവും ഞാൻ സാധാരണ കേസിൽ പറയാറില്ല. അതിന് ആത്മീയമായ നിയന്ത്രണത്തിന് വേണ്ടി ആളുകളോ സംവിധാനങ്ങളോ ഒക്കെ ഉണ്ട്, അവിടെ കൈകാര്യം ചെയ്യാൻ വിടുകയുള്ളൂ. പിന്നെ വല്ലവരും ഒരു കൗൺസിലിങ്ങോ കുമ്പസാരോ ഒക്കെ ആണെങ്കിൽ ഞാൻ കേട്ടേച്ച് പോകും, അത്രയേ ഉള്ളൂ. എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഓർക്കുക, ആധ്യാത്മിക മേഖലയിൽ, സമൂഹത്തിൽ, ഇടവകയിൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ട സ്നേഹത്തിൻ്റെ നന്മകൾ, സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകി നമ്മുടെ ഈ കൊച്ചു ദേവാലയം, നമ്മളാകുന്ന ഈ കൊച്ചു ദേവാലയം വളരേണ്ടതുപോലെ വളർന്നിട്ടുണ്ടോ എന്ന് ഈ നോമ്പ് കാലത്ത് ഒന്ന് ആലോചിക്കുന്നതല്ല. ഞാനെപ്പോഴും പറയുമായിരുന്നു, നോമ്പ് കാലത്ത് നിങ്ങൾ ഉപവസിക്കുന്ന പണമെല്ലാം മാറ്റിവെക്കണം. എത്ര രൂപ കിട്ടുമെന്നറിയോ? ചിക്കനൊക്കെ എന്നാ വിലയാണ്? ഒരാഴ്ചയിൽ തന്നെ എത്ര കിലോ, 5-10 കിലോയൊക്കെ മേടിച്ചിട്ട് പുഴുങ്ങി അടിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും. എന്നിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും കഴിക്കും. അങ്ങനെ കഴിച്ചിട്ട് പിന്നെ എന്താണ്, നമുക്ക് പിന്നെ വണ്ണം കൂടിയിട്ട് നമ്മൾ പിന്നെ ഇതിലൂടെ എല്ലാം നടക്കും. അത് കഴിഞ്ഞപ്പോൾ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിട്ട് ഒച്ചയും കേൾക്കാം. അതിന് പിന്നെ കാല് പിടിഞ്ഞ് വീട്ടിൽ ഇരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ. മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വിട്ടുപോകല്ലേ, അങ്ങ് കൊല്ലത്തൊക്കെ പോയി മീൻ മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. വലിയ നിങ്ങളോട് നമ്മളെ വിഴുകുന്ന സൈസ് സാധനമൊക്കെ മേടിച്ച് കഴിക്കും. നോയമ്പ് കാലത്ത് നമ്മളിതൊന്നും കൂട്ടുന്നില്ല. എന്തുമാത്രം പൈസ മിച്ചം വന്നു നോയമ്പ് കാലം. എന്നിട്ട് ഇപ്പോൾ ഈസ്റ്ററിന് നേരത്തെ തന്നെ പോയി മേടിച്ച് വെച്ചിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പോവുക. സത്യത്തിൽ ആ പണം ആർക്കുള്ളതാണ്? നോമ്പ് കാലത്ത് മാറ്റി വച്ചിരിക്കുന്ന നോമ്പിൻ്റെ പണം കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ദേവാലയത്തിലെ വിഷമിക്കുന്നവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട്
ആരും കാണണ്ട. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം ഫേസ്ബുക്കിനകത്തൊക്കെ ഇട്ട് വാട്സാപ്പിലിട്ടിട്ട് അങ്ങനൊന്നും വേണ്ട, ഇവിടെ ഇതിന് കൊടുത്തിട്ടെങ്കിൽ പോരെ. അവനത് മേടിച്ച് വെച്ചേച്ച് ഒരു കരച്ചിലുണ്ട്. ചങ്കിനടിച്ചിട്ട് അവൻ പറയും, ദൈവമേ, ദൈവം ഇത് കണ്ടല്ലോ, എൻ്റെ വേദന ദൈവം കണ്ടല്ലോ എന്നോർത്ത് അവൻ കരയും. അത് നമുക്ക് കേൾക്കും. അവൻ്റെ ആ പ്രാർത്ഥന കേൾക്കും. നമ്മളിവിടെ കറിക്കുകയാലും കേൾക്കുകയില്ല. പ്രാർത്ഥന മുകളിലേക്ക് ഉയരണമെങ്കിൽ ദരിദ്രന്റെയും അഗതികളുടെയും വിധവകളുടെയും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരും. സ്വർഗം തുറക്കപ്പെടും. നമ്മുടെ മക്കൾക്കും നമ്മുടെ സന്താനങ്ങളും തലമുറകളും പോകുന്നിടത്തെല്ലാം പിന്നാലെ നടന്ന് ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ഞാൻ സിറിയയിൽ ലെബനോനിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. പാത്രക്കിസ്വായെ കണ്ടിട്ട് വരിക. ഞാനും കൊണ്ട് വേറെ തിരുമേനിയുണ്ട്. രണ്ടുപേരും ടാക്സിയുടെ പുറകിൽ ഇരുന്ന് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്നൊരു ജംഗ്ഷനിൽ വന്നപ്പോൾ സിഗ്നൽ വന്നു, അതുകൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികൾ കാറിന് കൊട്ടിയിട്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഭിക്ഷയാചിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട്, തീപ്പെട്ടി പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും $1 കൊടുക്കും. ആ $1 എന്ന് പറഞ്ഞാൽ ലെബനോനിൽ 1000 രൂപയ്ക്ക് തുല്യമാണ് $1. അപ്പോൾ $1 കിട്ടുക എന്ന് പറഞ്ഞാൽ 1000 രൂപ കിട്ടുന്നതിന് തുല്യമാണ്. അവിടുത്തെ 1000-ന് മേളിലാണ് വില. അപ്പോൾ $1 ആരെങ്കിലുമൊക്കെ $1 കൊടുക്കും. വിദേശത്തുനിന്ന് വരുന്നവരൊക്കെ കൊടുക്കും, അത് മേടിക്കുക. നല്ല മിടുക്കരായ പെൺകുട്ടികൾ. അപ്പം ഞാനവരോട് ചോദിച്ചത്, ഇവരെന്നെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് പറഞ്ഞു, സിറിയയിലെ യുദ്ധത്തിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട്, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട്, കോളേജില്ല സ്കൂളിലെല്ലാം പോയി അവിടുന്ന് പലായനം ചെയ്ത് വന്ന കുട്ടികളാണ്. ഗവൺമെൻറ് താമസിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അവർ ഇങ്ങനെ കൊച്ചു സാധനങ്ങൾ വിറ്റ് കൂടുതൽ പൈസ കിട്ടും. 50 പൈസയുടെ ആണെങ്കിലും 2 രൂപ കൊടുക്കും എല്ലാവരും. അങ്ങനെ കിട്ടുന്നത് മേടിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പോഴേക്കും സിഗ്നൽ കഴിഞ്ഞ് വണ്ടി വിട്ടുപോയി. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അവർ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയതാണ്, അപ്പോഴേക്കും നമ്മുടെ വണ്ടി വിട്ടുപോയി. ഞാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, തിരിച്ചു പോകണമെങ്കിൽ നമ്മളിനി വേറെ വഴി കൂടെ ചെന്നിട്ട് കറങ്ങി വന്നിട്ട് ഈ ജംഗ്ഷനിൽ പറഞ്ഞു. അപ്പം ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, നമ്മൾ സത്യത്തിൽ നമ്മളെന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായിരുന്നല്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, തിരിച്ചു പോവാം. അങ്ങനെ ഞങ്ങൾ ഈ വഴിയിൽ നിന്ന് പോയി കറങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ഫ്ലൈറ്റ് പോകും കേട്ടോ, നമുക്ക് വഴിയിലൊക്കെ ബ്ലോക്ക് കാണും. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ കറങ്ങി വീണ്ടും ആ ജംഗ്ഷനിൽ വന്നു. ഇയാൾ അറബിയിൽ എന്തോ പറഞ്ഞ് ഈ സ്ത്രീ പെൺകുട്ടികളെ വിളിച്ചു, അവരോടി വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു $10-20 ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുക, വല്ല അത്യാവശ്യത്തിനൊക്കെ വല്ല കാപ്പി കുടിക്കാൻ. ഞാനൊരു $20 എടുത്ത്, അതേ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്ത് ഇവൾക്ക് കൊടുത്തു. ഇത് മേടിച്ചിട്ട് ഈ പെണ്ണ് കൈയെല്ലാം പൊക്കി പിടിച്ചു ഏതാണ്ടല്ലോ ഒച്ച പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്തായി പറയുന്നേ? അപ്പോൾ പറഞ്ഞു, അവൾ പറയുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്, ദൈവം നിന്നെ തലമുറകളായി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ സത്യത്തിൽ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ നമ്മുടെ ആസ്ഥാന മന്ദിരം പണിതിട്ട് പാത്രക്കീസ്വാമി അറിയിക്കാൻ വേണ്ടി പോയതാണ്. മന്ദിരമൊക്കെ പണിതും എല്ലാം ഏകദേശം പൂർത്തിയായി. ഞാൻ തിരിച്ചു വന്നിട്ട് വേണം കൂദാശ നടത്താനായിട്ട്. അപ്പോൾ ബാവയെ ഒന്ന് അറിയിച്ചു, തിരിച്ചു വന്നു. ഞാൻ ഇടുക്കിക്ക് പോകാൻ വേണ്ടിയാണ്. സത്യത്തിൽ കൂദാശ ചെയ്യാൻ പണമൊന്നുമില്ല കയ്യിൽ, എല്ലാം കടവായിപ്പോയി. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ ഫോണിലും എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്ന ഫോണിലും ഒരാൾ തുരുതുരാന്ന് വിളിക്കുന്നുണ്ട്. ഞാനോട് ഇത് ശല്യമായി പോയല്ലോ, ഇത് എടുത്താൽ കുഴപ്പമാണ്, കാരണം നമുക്കിപ്പോൾ ബാഗ് എടുക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമല്ലോ വരാൻ. ഇതിനിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. ഉടനെ ഒരാൾ പറഞ്ഞു, തിരുമേനി എയർപോർട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. കുളിച്ചിട്ടില്ല, നമുക്കൊരു രാത്രിയെല്ലാം യാത്ര ചെയ്ത് നമ്മൾ കുളിച്ചിട്ടില്ല, ആകെപ്പാടെ അസ്വസ്ഥനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പം ഞാൻ പറഞ്ഞു, മറ്റൊരവസരത്തിലായാലോ? അല്ല തിരുമേനി പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ വാതിൽ നിൽപ്പുണ്ട്, അതിലേ പോകുമ്പോൾ കയറണം. അങ്ങനെ ഞാൻ അപ്പോൾ പിന്നെ ഒരാൾ നിർബന്ധിക്കുമ്പോൾ ചെയ്യണമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ വണ്ടി വിട്ടുപോയി, അദ്ദേഹം കയറി. എന്നിട്ട് അയാളിനോട് പറഞ്ഞു, ഞാൻ കുറേ പണം ഇവിടെ വെച്ചുകൊണ്ട് കുറേ ദിവസമായി തിരുമേനിയെ തരണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പാടുപെട്ടെന്നറിയോ. ഇപ്പോഴാണ്
തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു 2-3 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി എനിക്ക് തന്നു. ഞാനിത് കൊണ്ടുവന്ന് എൻ്റെ കൂടെയുള്ള അച്ഛന്മാരുടെ കയ്യിൽ 2 ലക്ഷം രൂപയാന്ന് തോന്നുന്നു ഏൽപ്പിച്ചു. അന്നേരം അച്ഛൻ പറയും ഇത് എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞു ഒരാൾ തന്നതാണ്, പോകുന്ന വഴിക്ക് തന്നതാണ്. അത് ഞാൻ കൊടുത്തു. ഞാനിതൊന്നും ചിന്തിച്ചില്ല. പിന്നീട് ഞാൻ ഓർക്കാറുണ്ട്, സത്യത്തിൽ ഈ പെണ്ണ് എനിക്ക് പലരും അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പെണ്ണ് അനുഗ്രഹിച്ച ശേഷം എനിക്കൊരു പ്രത്യേക അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ എവിടെ പോയി എന്തിനു വേണ്ടി ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ദൈവം അപ്പോൾ തന്നെ അതിനാവശ്യമായ പണം മുമ്പിൽ കൊണ്ടുതരും. എന്താവശ്യത്തിന് ഞാനിപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കും, അയ്യോ ഇതിന് പൈസ ഉണ്ടായില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ആണെങ്കിൽ ഒരു കൊച്ചിന് ഫീസ് അടയ്ക്കുന്ന കാര്യം ഞാൻ മനസ്സിലിങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ഒരു പൈസ ആയില്ലല്ലോ. ഇപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഒത്തിരി അകലെയെന്ന് പുനലൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ശമ്പളം കിട്ടിയതിൻ്റെ ഒരു തുകയാണ്, എൻ്റെ കയ്യിൽ കൊണ്ടൊരു തുക തന്നേച്ച് പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? പുനലൂരുകാരന് ഇത് തോന്നണമെങ്കിൽ. അപ്പോൾ എനിക്ക് അന്നേരം ഓർമ്മ വന്നത് ഈ പെൺകുട്ടിയാണ്. നമ്മളൊരു കൊടുത്തത് $20, പക്ഷേ അവളുടെ പ്രാർത്ഥനയുടെ വെയിറ്റ് ഭയങ്കരമാണ്. നിങ്ങളൊക്കെ ഞാനിവിടുത്തെ കോട്ടയം ഭദ്രാസനത്തിൽ അച്ഛൻ കോവിഡ് കാലത്ത് അച്ഛൻ ഈ അരിയൊക്കെ ആയിട്ട് വിതരണമായിട്ട് നടക്കുക, അരിയൊക്കെ മേടിച്ച് കൊടുക്കുക, വീടുകളിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു, കാരണം ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഇപ്പം കുറേ ദിവസമായിട്ട് കിടന്നുറങ്ങാൻ എന്തു സമാധാനം, ഭയങ്കര സമാധാനം എനിക്ക്. മറ്റേത് ഈ പള്ളി പൊളിറ്റിക്സും പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒരു ദിവസം പോലും സമാധാനമില്ല. കിടന്നുറങ്ങിയാൽ ഉറക്കവും വരികയില്ല, എഴുന്നേൽക്കുമ്പം തന്നെ വേറെ കോളുകളാണ്. ഇപ്പം ഇതാ രാവിലെ എഴുന്നേൽക്കുമ്പോഴും സമാധാനം, കിടക്കുമ്പോഴും സമാധാനം. ഈ മനുഷ്യരൊക്കെ ഇത് മേടിച്ച് നമ്മളെ കൊടുക്കുന്ന കിറ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതായിരിക്കില്ല. ഞാൻ പറഞ്ഞു, അവരുടെ വയറ്റിലേക്ക് ഭക്ഷണം പോകുമ്പോൾ അവരെടുക്കുന്ന ഏമ്പക്കം പോലും പ്രാർത്ഥനയാണ്, നമുക്ക് കിട്ടാനുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഇതിന് പകരം പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി നമ്മളവരെ സഹായിക്കാതെ പോയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അതിന് പകരം നമ്മുടെ മേൽ വന്നു പതിക്കുന്ന ഒന്നുണ്ട്, അതാണ് ഇരുട്ട്, ശാപം. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിതത്തെ നേരിടാൻ നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകളടച്ച് ആത്മാർത്ഥമായി ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കാം. പരദേശികളെ സ്വീകരിക്കുവാനും അഗതികളെ കരുതുവാനും പാപിയെ സ്വീകരിക്കാനും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യേണ്ടവരോട് വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് കാരണമായി തീരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപബോധവും പശ്ചാത്താപവും ഒക്കെ നമുക്ക് കിട്ടാൻ, നമ്മുടെ പാപങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പാപമെല്ലാം ചാമ്പലായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ചാരമായി മാറാൻ വേണ്ടി നമുക്കൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാവില്ല. വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും ചേർന്ന് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.